أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا إلى سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله نورا بالاقتداء يليق، وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. صدق الله مولانا العلي العظيم. صدق الله رسوله النبي الكريم. وقال سيدنا ونبينا وحبيبنا محمد المصطفى صلى الله عليه وسلم: بادروا بالأعمال فتنة كقطع الليل المظلم. صدق رسول الله. جل جلال ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദറത്തല്ലേ, ജനിച്ചാൽ മരേണമില്ലേ. ജല്ല ജലാലമല്ല, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദറത്തല്ലേ, ജനിച്ചാൽ മരേണമില്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ. ആഴം ഖബറിലല്ലേ. ജല്ല ജലാലല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദറത്തല്ലേ, ജനിച്ചാൽ മരേണമില്ലേ. ഈ സദസ്സ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പാട്ടവர்கள், അതുപോലെ ഇവിടെ സംഘടിച്ച എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലുമൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു സാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മൂന്നാലുപ്പമാര്, കൂട്ടുകുടുംബങ്ങൾ, വിശിഷ്യ ഇവരുടെ കുഞ്ഞിപ്പാറയുടെ ഉപ്പ, നമ്മുടെയൊക്കെ സുഖിതനാകുന്നതാക്കിയടക്കമുള്ള ആളുകൾക്കും എല്ലാവരും ഉറപ്പുറത്തും മറഹമത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഉമ്മ, അവരുടെയൊക്കെ ഉമ്മ, അവരും എല്ലാവർക്കും എല്ലാവരും ഉറപ്പുറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ജീവിതം എല്ലാവരും റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും എല്ലാവരും നോക്കി നിൽക്കുക, തുച്ഛത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പുഞ്ചിരിച്ചു
സബബാക്കി അല്ലാഹു ഈ സദസ്സിനെ മാറ്റി തീരുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ജീവനുള്ള മുഴുവൻ ആളുകളും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകും. മരണമെന്നത് ഒരു മഹാസത്യമാണ്. ആര് തന്നെ എന്തിനെല്ലാം എതിർത്താലും, പല മതങ്ങളും വിഷങ്ങളും പ്രസ്ഥാനങ്ങളും യുക്തിവാദങ്ങളും ഒക്കെ ലോകത്ത് കടന്നു വന്നാലും, പല ആളുകളും ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് എക്സ് മുസ്ലിം സംഘടനകളൊക്കെ ഉണ്ടാക്കിയാലും, അതല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ, മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നെങ്കിലും, ഏതൊരു കാര്യത്തിലും വിശ്വാസമില്ലാതെ ആളുകൾ പല നിലക്ക് ഓരോ മണിക്കൂറിലും അതല്ലെങ്കിൽ മിനിറ്റുകളിലുമൊക്കെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നെങ്കിലും, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉറപ്പുള്ള ഒരേ ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉറപ്പാണ് മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളത് വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ പാർപ്പിടങ്ങളും നമ്മുടെ സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അത് എപ്പോഴാണ്, എവിടെ വെച്ചുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുമ്പായിക്കൊണ്ട് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ലോകത്ത് ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും, ഇന്ന് വരെ റൂഹിനെ കുറിച്ചുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയെങ്കിലും, ഒരുപാട് അമേരിക്ക പോലുള്ള മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാം, ലോകത്തെ പല ആളുകളും ഡെഡ് ബോഡികൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡെഡ് ബോഡികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ശാസ്ത്രം ഒരു കാലഘട്ടത്തില് മനുഷ്യന്റെ ആത്മാവ് തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, എനിക്ക് ജീവൻ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോഴും പല ആളുകളും അത്തരത്തിലുള്ള ബോർഡുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്, റൂഹ് എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് അത് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. ഒരിക്കലും അതിനെ കണ്ടുപിടിക്കാൻ, ജീവൻ കൊടുക്കാൻ, ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവൻ കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പേ ആ മരണസമയം നന്നാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോവുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേര് കൂടെ വന്നുകൊണ്ടൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എല്ലാവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആ ദിനം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാവുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് ഇതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നമുക്കറിയാവുന്ന മഹാനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മഹാനായ സാത്വികനായ ഒരു പണ്ഡിതനാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ ശിഷ്യഗണങ്ങളോടുകൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ ശിഷ്യഗണങ്ങളോടുകൂടെ ഇങ്ങനെ പോകുമ്പോ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു സദാസമയത്ത് വുളൂ പതിവാക്കിയിരുന്നവരായിരുന്നു. നമ്മുടെ തിപ്പറ്റ ഉസ്താദിനെ പോലെ, അതുപോലുള്ള ഒരുപാട് സത്യരായ പണ്ഡിതന്മാരെ പോലെ, നമ്മുടെ നേതാക്കളെ പോലെ ഇപ്പോഴും വുളൂ പതിവാക്കിയിരുന്ന ആളായിരുന്നു. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്, വുളൂ ഉണ്ടാവുക എന്നുള്ളത്. കിടന്നുറങ്ങുമ്പോഴോ എടുക്കുക, അതുപോലത്തെ ജീവിതത്തിലൊക്കെ വുളൂ ഉണ്ടായിരിക്കുക എന്നത് എല്ലാവർക്കും അതിന് കഴിയില്ല. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു ശിഷ്യഗണങ്ങളോടുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വുളൂ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉടൻ തന്നെ അവിടെ വെള്ളം കിട്ടാനില്ല. അദ്ദേഹം അവർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. ഉടൻ തന്നെ മഅറൂഫുൽ
റളിയല്ലാഹു തആല അൻഹു തൈമം ചെയ്യുകയാണ്. തൈമം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ കൂടെയുണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ ചോദിക്കുന്ന ഉസ്താദേ, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ തൈമം ചെയ്തത്? കാരണം കുറച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൈഗ്രീസ് നദിയുണ്ടല്ലോ, ആവോളം വെള്ളമുള്ള ഒരുപാട് വെള്ളമുള്ള ടൈഗ്രീസ് നദിയല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നുകൊണ്ട് അന്ന് ഉടുവെടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോ തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തതുണ്ടെന്നറിയോ? വെളുത്തൂരിന്റെ ക്ലാസിന് വേണ്ടി കൊണ്ടുവന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാ. അവിടുത്തെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ടൈഗ്രീസ് നദി എത്തുന്നത് വരെ അല്ലാഹു എന്റെ ആത്മാവിനെ എനിക്ക് നൽകുമെന്നതിന് എന്താണ് ഉറപ്പുള്ളത് എന്ന് ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാ, ശിഷ്യഗണങ്ങളോട് ചോദിക്കുകയാ. അങ്ങനെ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലാഹുവേ, പടച്ചവന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നത് ഒന്നുമില്ലാതെ ശുദ്ധിയില്ലാതെ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ തൈമം ചെയ്തത് എന്ന് പറഞ്ഞെങ്കില് എന്റെ ക്ലാസ്സിന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര സമയങ്ങളാണ് നമ്മൾ ചെലവഴിക്കുന്നത്? എത്ര സമയങ്ങളാണ് പരതിലായിക്കൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നത്? ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ ഉല്ലസിച്ചുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, മരണത്തെ മറന്നുകൊണ്ട്, ഖബറിനെ മറന്നുകൊണ്ട്, മീസാനിനെ മറന്നുകൊണ്ട്, സിറാത്ത് കാലത്ത് നമ്മളെ മറന്നുകൊണ്ട്, നരകം മറന്നുകൊണ്ട്, അല്ലാഹുവേ, ജീവിതത്തിന്റെ എത്ര സമയങ്ങളാണ് പടച്ചവന് പൊരുത്തമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? എത്ര സമയങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്കിനിയും ഒരുപാട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരെ, എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, പടച്ചതമ്പുരാ നമ്മുടെ ആത്മാവിലെ ഉമ്മായുടെ ഉദരത്തിൽ പടക്കുന്ന സമയത്ത്, 4-ാം മാസത്തിലെ റൂഹ് ഓടുന്ന സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓ ഇൻറു ബികതബി അജലിഹി, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. റൂഹ് ഊതുന്ന സമയത്ത് തന്നെ മാലാഖയോട് അല്ലാഹു പറയുന്നുണ്ട്, അവന്റെ അവധി എപ്പോഴാണ് എന്ന് എഴുതി വെക്കാനും അല്ലാഹു പറയുന്നുണ്ടെന്നാണ്. എപ്പോഴാണ് ആ അവധി എന്ന് പറയാൻ പറ്റൂലല്ലോ. അത് റോട്ടിലാണോ, തോട്ടിലാണോ, കാട്ടിലാണോ, വാഹനത്തിലാണോ, ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടാണോ, എവിടെ വെച്ചുകൊണ്ടാണ് അസ്രായീൽ എന്ന് പറയുന്ന മാലാഖ വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു പറയുന്നു, അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ ഉദരത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയിച്ച, എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ച അവധിയുണ്ടല്ലോ, അതിന്റെ ഒരു സെക്കൻഡ് പോലും തെറ്റാതെ ആ സമയത്ത് അസ്രായീൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുക. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, പല ആളുകളും നിങ്ങളുടെ നാട്ടിലുള്ള എത്രയോ ആളുകൾ വർഷങ്ങളോളം നാട്ടിൽ നിന്നുകൊണ്ട് അവസാനം ഗൾഫിൽ പോയവരാ. ഗൾഫിൽ പോയി എവിടെ ആക്സിഡന്റിൽ മരിക്കുന്ന എത്ര പേരാണുള്ളത്? അവൻ എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കണമെന്നുള്ള തീരുമാനിച്ചെങ്കിൽ അവിടേക്ക് അവനെ കൊണ്ടുപോകുന്നതാ, പടച്ചതമ്പുരാൻ കൊണ്ടുപോകുന്നതാണ്. അവിടേക്ക് അവൻ കൊണ്ടുപോകും. എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കേണ്ടത് എങ്കിൽ അവിടെ വെച്ചുകൊണ്ട് അവന്റെ കൂടി. ഈ അടുത്ത് എന്നോടൊരു സഹോദരൻ പറയുകയുണ്ടായിട്ടാണ്, ഒരാള്, ഞാൻ ഗൾഫിൽ ഇരുന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം, അവന് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് എല്ലാവരും കൂടെ അവന് ഗൾഫിലോട്ട് പറഞ്ഞയച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയ നമ്മുടെ സഹോദരങ്ങളൊക്കെ പല വേദനകളും, പ്രത്യേകിച്ച് ഫസ്റ്റ് പോകുന്ന ആളുകളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഗൾഫിലോട്ട് പോയത്. അങ്ങനെ ഗൾഫിൽ ചെന്നപ്പോൾ തന്നെ ഇവന് വല്ലാത്ത ഒരു പരിഭ്രാന്തിയാണ്. പലപ്പോഴും അവങ്ങനെ പറയത്തില്ല, ഞാൻ മരിക്കുകയാണ്, എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല, മരിക്കുകയാണെന്ന് അങ്ങനെ പറയത്തില്ല. ഒരിക്കൽ അദ്ദേഹം പറയാണ്,
രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവന് ഡോറ് തുറന്നു പോയത്. അപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എത്രേ ഞാൻ മൂത്രമൊഴിക്കാൻ പോവുകയാണ്. നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ അവനാ ടെറസിന്റെ മുകളിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കും. നിങ്ങൾ ആലോചിക്കണം, എവിടെ വെച്ചുകൊണ്ടാണ്, എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് നമ്മുടെ റൂഹിനെ അല്ലാഹു പിടിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ റൂഹിനെ അല്ലാഹു പിടിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാവാനുള്ള ഒരു ശ്രമം നമ്മൾ എല്ലാവരും നടത്തണം. അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സമ്പത്ത് തന്നു, സന്താനങ്ങളെ തന്നു, പാർപ്പിടങ്ങൾ തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മുടെ കണ്ണുകൾ, കാലുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ ശരീരം ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മക്കളെ തന്നിട്ടുണ്ട്, പാർപ്പിടം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹിദായത്താണ്. അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഹിദായത്താണ്. ഈ സദസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകും. വല്ലാത്തൊരു ഭാഗ്യമില്ല. കാരണം എന്താണെന്നറിയോ? മറ്റു ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനൊക്കെയും മറ്റൊരാളുമായി കൊണ്ട് നേരിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയ്ക്ക് ഒരു ബന്ധമുണ്ടാകും. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സമ്പത്തെടുത്താൽ, നമ്മുടെ മക്കളെടുത്താൽ, ഏത് വിഷയങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെയും മറ്റൊരാൾക്ക് എന്തെങ്കിലും നിലയ്ക്ക് ഒരു പങ്കുകൾ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതാവില്ല, നമുക്കൊറ്റയ്ക്ക് ലഭിച്ചതാവില്ല. പക്ഷേ ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയതാണ്. അതിൽ മറ്റൊരാളുമായി ഒരു ബന്ധമില്ല, അല്ലാഹു നൽകിയതാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അത് ആ ഹിദായത്ത്, എന്റെ പ്രിയമുള്ളവരെ, ആ ഹിദായത്ത് ഒരിക്കലും സമ്പത്ത് കൊണ്ട് ലഭിക്കുന്നതല്ല, സൗന്ദര്യം കൊണ്ട് ലഭിക്കുന്നതല്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് ലഭിക്കുന്നതല്ല. പിന്നെയോ അല്ലാഹു അവസാനമായി കൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സമ്പത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പണക്കാരനായിരുന്നല്ല ഖാറൂൻ. അല്ലേ? ഖാറൂനെ കുറിച്ച് നമുക്കൊക്കെ കേട്ടിട്ടുള്ളവരാണ്. ഖാറൂന്റെ ഖജനാവിന്റെ ചാവികൾ വഹിക്കാൻ 20ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ സമ്പത്ത് എത്ര വലുതാണ്! ആ സമ്പത്ത് അല്ലാഹു കൊടുത്ത ആ ഖാറൂന് പോലും അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് കഴിയൂലല്ല. അവസാനമായി കൊണ്ട് പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ അദാബാണ് അല്ലാഹു കൊടുക്കുന്നത്. ഒരാൾക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല. അവനെയും അവന്റെ ഭൂമിയും അവന്റെ സമ്പത്തുമെല്ലാം അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് കൊണ്ട് ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. ഈ പ്രദേശത്തുള്ള, ഈ വെളുത്തൂരുള്ള ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിദായത്ത് പണം കൊടുത്തുകൊണ്ട് വാങ്ങാൻ കഴിയുന്നതല്ല. എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര വലിയ പാർപ്പണമുള്ളവനാണെങ്കിലും, എത്ര വലിയ സ്ഥാനമാനങ്ങളുള്ളവനാണെങ്കിലും, അല്ലാഹുവിന്റെ ഹിദായത്ത് എന്ന് പറയുന്നത് പണം കൊടുത്തുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ വാങ്ങിക്കാൻ കഴിയുന്നതല്ല. സൗന്ദര്യമെടുത്താൽ അതുകൊണ്ടും ഒരിക്കലും കഴിയൂല. സൗന്ദര്യമുള്ള എത്രയോ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ തന്നെ പേരെടുത്ത് പറഞ്ഞ അബൂലഹബിനെ കുറിച്ച് കൊണ്ട് പറയുന്നുണ്ടല്ലോ. അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന് അബൂലഹബ് എന്ന പേര് വരാനുള്ള
ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു, മുഖമല്ലാതെ പ്രകാശിക്കുന്ന സൗന്ദര്യമുള്ള ആളായിരുന്നു. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യന് പോലും അല്ലാഹു ശപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, അവരെ നീ ശപിച്ചിരിക്കുകയാണ്. സൗന്ദര്യമുള്ളവർക്ക് എന്റെ സൗന്ദര്യമുണ്ട്. ഈ അല്ലാഹുവിന്റെ ഹിദായത്ത് കരകരമാക്കാൻ കഴിയുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കണ്ട. ഇനി സ്ഥാനമാനങ്ങൾ എടുത്താൽ എന്റെ പ്രിയമുള്ളവരെ അവിടെയും കഴിയൂലല്ലോ. നമുക്കറിയാലോ, പ്രവാചകന്മാരുടെ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബിയുടെയും ഭാര്യമാര് കാഫിരീങ്ങളായി ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ക്ഷണിച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ഹിദായത്ത് അല്ലാഹു കൊടുത്തില്ല. ഹിദായത്ത് അല്ലാഹു കൊടുത്തില്ല. എത്രത്തോളം എന്റെ പ്രിയമുള്ളവരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 8 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സംരക്ഷിച്ചു വളർത്തിയ അബൂ താലിബ് ഉണ്ടല്ലോ, അബൂ താലിബിന് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. അബൂ താലിബിന് പോലും കിട്ടിയില്ലല്ലോ. അബൂ താലിബല്ലേ സംരക്ഷിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചില്ലേ? അബൂ താലിബ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണേ, വല്ലാഹി ലയസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ വസറു ബിതുറാബി ദഫീനാ. എന്റെ ശരീരം മണ്ണിൽ പുലരുന്നത് വരെ, മണ്ണ് പുലരുന്നത് വരെ നിന്നെ തൊടാൻ ഒരു കുട്ടിക്കും കഴിയില്ല. ഞാനാണ് നിനക്ക് സംരക്ഷണം നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 8-ാം വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചു വളർത്തിയ അബൂ താലിബിന് പോലും അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അബൂ താലിബിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുകൊണ്ട് പറഞ്ഞില്ലേ, യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. കലിമത്തുൻ യശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. എന്നാ നിങ്ങൾക്ക് ഞാൻ പടച്ച തമ്പുരാന്റെ മുന്നിൽ വേണ്ടി സാക്ഷി പറയാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പോലും എന്റെ സഹോദരങ്ങളെ നിരസിച്ചുകൊണ്ട് പിന്മാറുകയാണ് ചെയ്തതെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാ. ഈ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാ. മുത്ത് റസൂലിനോട് പറയുകയാ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നീക്ക് കഴിയൂല നബിയേ. അല്ലാഹു ഉദ്ദേശിച്ചവരെയാണ് പടച്ചതമ്പുരാൻ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ്. അല്ലാഹു പറയാണ്, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്കാണ് ഹിദായത്ത് കൊടുക്കുന്നപ്പോൾ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഹിദായത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഹിദായത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്ത്? ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളാണ് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് അറിയുന്ന ആളുകൾ. അതിൽ എത്രയോ ആളുകളുണ്ട് വർഷങ്ങളോളം തന്റെ 20-ാമത്തെ വയസ്സിലും 30-ാമത്തെ വയസ്സിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരുപാട് പാണ്ഡിത്യം നേടിയിട്ട് ഇസ്ലാമിൽ ഒരുപാട് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ മുസ്ലിമായ ഒരു ഉമ്മാക്കും ജനിച്ചു എന്നത് കാരണത്താൽ നമ്മൾ ആ ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് കൂടുതലൊന്നും പഠിക്കാതെ അതിനെ കുറിച്ചുകൊണ്ട് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ പോവുക. ഇപ്പോഴും നല്ലതുപോലെ എടുക്കാൻ അറിയാത്തവര്, നിസ്കരിക്കാൻ അറിയാത്തവര്, നോമ്പെങ്ങനെയാണ് അത് പ്രസാദാകാതെ നോക്കാൻ അറിയാത്തവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടവരാണ്. ഇപ്പോ
അൽഹംദുലില്ലാഹ് നമ്മുടെ ബാല്യത്തിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് ഓരോ ഞായറാഴ്ചയും ചെറുപ്പക്കാരെ വെച്ചുകൊണ്ടൊരു ക്ലാസ്. കുട്ടികൾക്ക് വെള്ളിയാഴ്ചയും അതുപോലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഞായറാഴ്ച. അപ്പോൾ ഉരുവെടുക്കേണ്ടത് എങ്ങനെയാണ്? കാരണം ശരത്തും പറമ്പൊക്കെ പാടെ പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കും. ചിലപ്പോൾ അവർ രംഗത്ത് വരില്ല. ഇപ്പോൾ ഉണ്ടല്ലോ ആളുകൾ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കോഴ്സ് എങ്ങനെ എത്രയും പെട്ടെന്ന് പഠിക്കാം, പല ടെക്നിക്കിലൂടെ പഠിപ്പിക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഓരോ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്നതുപോലെ നമ്മൾ ദീനിന്റെ വിഷയത്തിലും ചില ഹിക്മത്തുകൾ നമ്മൾ പ്രയോഗിക്കും. അപ്പോ പല ആളുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഉരുവെടുക്കാൻ അറിയും, എങ്ങനെ തുടങ്ങും. നമ്മളെല്ലാവരും കാട്ടുന്നത് കണ്ട് അതുപോലെ അങ്ങനെ ചെയ്യും. അതുപോലെ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുക, എങ്ങനെയാണ് കുളിക്കുക. കുളിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇല്ല. നീയത്തില്ലാതെ ഒരാൾ കുളിച്ചാൽ അവന്റെ പള്ളായ വിളിയാണ്. ഒരാൾക്കുകാരനായ മനുഷ്യൻ നീയത്തില്ലാതെ കുളിച്ചു, പിന്നെ എവിടൊക്കെ നനയണം, ഏതൊക്കെ ഭാഗങ്ങൾ ആവണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുപോലെ മയ്യിത്ത് പരിപാലനമൊക്കെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് കരിഞ്ചീരിക്കുടി മഹല്ലത്തെ ആളുകളെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒരു സഹോദരന്റെ മയ്യിത്ത് അദ്ദേഹത്തിന് മതം നിസ്കരിച്ചു. പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞു. ആളുകൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയില്ലേ. യഥാർത്ഥത്തിൽ വേഗം നിസ്കരിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ എങ്കിലും ഫാത്തിഹ ഓതാനുള്ള ഒരു ചെറിയ സമയം അതുപോലും കിട്ടാതെ പെട്ടെന്ന് ആളുകൾ നിസ്കാരം അവസാനിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു അവന് കഴിയൂലെങ്കിൽ അവൻ ആരെയും മറ്റാരെങ്കിലും നോക്കിക്കൂടായിരുന്നില്ല. സത്യത്തിൽ ഭൗതികമായി കൊണ്ട് ആ പൊന്നുമോൻ ഒരുപാട് പഠിച്ചവനാണ്. അദ്ദേഹത്തിന് ചിലപ്പോ ബിരുദങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയാം. ഒരുപാട് പഠിച്ച ആളാണ്. പക്ഷേ ദീനിനെ കുറിച്ച് കൊണ്ടറിയില്ല. ഉപ്പം മരിച്ചപ്പോ ഒന്ന് ഇമാമത്ത് നിൽക്കാൻ പോലും അറിയാത്ത ആളുകളായി നമ്മളെ എന്ത് നമ്മൾ പഠിച്ചു. ഈ ദുനിയാവ് സ്വന്തമാക്കാൻ, ഈ ദുനിയാവില് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഈ ലോകത്തിൽ പോകുമ്പോൾ എന്താണ് നമുക്ക് കൊണ്ടുപോകാൻ? നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ആസ്തികളുണ്ട്, ബാങ്ക് ബാലൻസുകളുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പേരിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ? നമ്മുടെ സാലിഹായ അമാലുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അത് പഠിക്കാൻ നമ്മുടെ പള്ളിയിലെ ഉസ്താദിനോടൊക്കെ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നുണ്ടല്ലോ അവരുടെ പുസ്തകങ്ങൾ നോക്കിയിട്ട് അവരോട് പഠിക്കാൻ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട്. കാരണം ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. നമ്മൾ ഇടപെടുമ്പോഴാണ് അവർക്കറിയാം. ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വരും. സംശയങ്ങൾ അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഇപ്പൊ ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ്, ഫിഖിന്റെ ക്ലാസ് ആണ്. എനിക്കറിയാം, വീരാനാജനറിയാം, അവിടെ 2 ആഴ്ച കൂടുമ്പോൾ ഫിഖിന്റെ ക്ലാസ്. ഒരു ദിവസം ഖുർആനായിരുന്നു, ഒരു ദിവസം ഫിഖായിരുന്നു, ഒരാഴ്ച. പിന്നെ അവരെ മനസ്സിലാക്കിയപ്പോൾ അവര് പറഞ്ഞു, ഉസ്താദേ ദീനിനെ കുറിച്ച് കൊണ്ട് ആർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് പറയണമെന്ന് പറഞ്ഞപ്പോ അതങ്ങനെ തുടങ്ങി വെച്ചു. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അവര് മനസ്സിലാക്കുന്നത്. ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊന്നും അറിയാത്തതായിരുന്നു അപ്പോഴാണ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലെ ഒന്ന് സമയം നമ്മൾ കണ്ടെത്തണമെന്ന് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈമാൻ, ഹിദായത്ത് എന്ന് പറയുന്നത് വലിയ ഒരു സമ്പത്താണ്. ആ ഹിദായത്ത് നമുക്കുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഹിദായത്തുണ്ടോ എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഹിദായത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നു. പക്ഷേ യഥാർത്ഥമായ ഹിദായത്ത് നമ്മുടെ മനസ്സാന്തരങ്ങളിലുണ്ടോ? യഥാർത്ഥ ഹിദായത്ത് ലഭിച്ചവരാണോ നമ്മളെന്ന് അറിയൂലല്ലോ. നമ്മളൊക്കെ യഥാർത്ഥമായ ഹിദായത്തുള്ളവരാണോ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഹിദായത്തുള്ളവരാ, യഥാർത്ഥമായ ഹിദായത്തുള്ളവരാണ്. അതല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണേ. അതുണ്ടാക്കിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ ഹിദായത്തിന്റെ വക്താക്കളായിക്കൊണ്ട് നമ്മൾ മാറുന്നത്. യഥാർത്ഥ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഹിദായത്തുള്ള ഒരു മനുഷ്യന്റെ 3 അടയാളങ്ങൾ പറഞ്ഞു തരിക. ഒന്നാമതായി കൊണ്ട് പറയുന്നത് എന്തെന്നറിയോ? ഇസ്തിഗ്ദാദു താഅത്തിന്
രസമായിരിക്കും. അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ, അമലുകൾ ചെയ്യുന്നതിൽ, നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഹജ്ജുകളും ഉംറകളും ദിക്റുകളും സലാത്തുകളും ഇൽമിന്റെ മജ്‌ലിസിലുള്ള ഉപദേശങ്ങൾക്കുമൊക്കെ അല്ലാഹുവേ ആ മനുഷ്യന് വല്ലാത്ത ഒരു രസമായിരിക്കും. നിസ്കരിക്കാൻ വല്ലാത്ത രസമാണവര്, ഇബാദത്തുകൾ ചെയ്യാൻ വല്ലാത്ത രസമാണവര്, അവന്റെ മനസ്സിൽ വല്ലാത്ത ആനന്ദമാ. അങ്ങനെ ആനന്ദമുള്ള മനുഷ്യനാണെങ്കിൽ അവനെ മനസ്സിലാക്കണേ, അവന് ഹിദായത്ത് ലഭിച്ച മനുഷ്യനാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഹിദായത്തുണ്ട് എന്ന് ഉറപ്പാണ് അല്ലേ? ഹിദായത്തുണ്ടാകാനുള്ള ഒരു കാര്യം എന്താണ്? ഹിദായത്തുണ്ടാകാനുള്ള ഒരു കാര്യം അതുകൊണ്ട് ഈ ക്ലാസ്സിന് വന്ന ഓരോരുത്തരും നമ്മുടെ മനസ്സാന്തരങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ പള്ളിയിലോട്ട് പോകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരുപാട് ദിക്റുകൾ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ ഒരു രസം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എങ്കിലും ഞാൻ ഹിദായത്തുള്ളവരാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണേ. അതല്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കണേ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാ. സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എല്ലാവരും ആ മനുഷ്യനെ കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്, അങ്ങനെ മറവ് ചെയ്യുകയാ. മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ആ ഒരു മനുഷ്യൻ പറയുകയാ, എന്റെ മോതിരം ആ കബറിൽ വിട്ടുപോയി, അതുകൊണ്ട് ആ കബറൊന്ന് മാന്തുവോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും കൂടിയിട്ട് ആ കബറങ്ങ് മാന്തുകയാ. സുബ്ഹാനല്ലാഹ്. കബറ് മാന്തിയപ്പോ ആ കബറിനകത്തിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാ. കബറിനകത്തിരുന്നു കൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുകയാ. ഉടൻ തന്നെ കബർ മൂടിയിട്ടതാ. സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽ പോയിക്കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് അന്വേഷിക്കുമ്പോ അദ്ദേഹത്തിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഉപ്പ കിടന്നിറങ്ങുന്നതിന് മുമ്പ് 300 റക്അത്ത് നിസ്കരിക്കാതെ ഒരിക്കലും എന്റെ ഉപ്പ കിടന്നിറങ്ങാറില്ല. എപ്പോഴും നിസ്കാരം കഴിഞ്ഞ് എന്റെ ഉപ്പ ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, കബറിനകത്ത് ആർക്കെങ്കിലും നിസ്കരിക്കാനുള്ള ഭാഗ്യം കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗ്യം എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ടെന്ന്, പലപ്പോഴും ദുആ ചെയ്യാറുണ്ടെന്ന് സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോള് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര നിസ്കരിക്കുന്നത്? 5 വക്ത് ഫർദ് നിസ്കാരം പോലും നല്ലതുപോലെ നിർവഹിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. നല്ലതുപോലെ ഉടുവെടുത്തുകൊണ്ട് ഒരു 25 മിനിറ്റ് അല്ലേ 24 മണിക്കൂർ, 25 മിനിറ്റ് പോലും പടച്ചതമ്പുരാൻ വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ലല്ലോ. ഇതേ നമ്മുടെ മനസ്സിന് പറ്റിയത്. നമുക്കും പോണ്ടേ? അവരൊക്കെ പോകുന്ന കബറിലേക്ക് നമ്മളും പോകേണ്ടവരല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കാനും ദിക്റ് ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ആനന്ദം വരുന്നുണ്ടെങ്കിൽ ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കണം. നമ്മൾ പ്രത്യേകിച്ച് പല ആളുകളും പറയാറുണ്ട്, നിസ്കരിക്കുമ്പോ ഒരു ഖുശൂ കിട്ടുന്നില്ല, ഒരു ഭക്തി കിട്ടുന്നില്ല അല്ലേ? പല ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ ചിന്തയ്ക്ക് എവിടെയോ ആണ്, ഒരു ഭക്തി കിട്ടുന്നില്ല. ഇതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നെന്താണ്? വാങ്ങി കേൾക്കുമ്പോൾ ഉടൻ തന്നെ പള്ളിയിലേക്ക് പോകാൻ. അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഉടൻ തന്നെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ തയ്യാറാവുകയാണ്. ആ ഒരു ഒരുങ്ങുക എന്നുള്ളത് ഒരുക്കം എല്ലാത്തിനും ഒരു മനസ്സ് കൊടുക്കും. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ മനസ്സിരുത്തിക്കൊണ്ട് ചില ആളുകൾ നമ്മൾ പറയാറുണ്ട്, കൈപ്പുണ്യം എന്ന് പറയാറുണ്ട്. കൈപ്പുണ്യാണെന്ന് പറയാം. അവരെന്തുണ്ടാക്കിയാലും നല്ല ഭക്ഷണമാണ്, കഴിക്കാൻ നല്ല ഉഷാറാണ്. ഏതൊരാളുണ്ടാക്കിയാലും കഴിക്കാൻ നല്ല ഉഷാറാണ്. എന്തുകൊണ്ട്? അവരെ ആ മനസ്സിരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, മനസ്സിരുത്തിക്കൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരിക്കും. നല്ല ചങ്ങായി വരുമ്പോഴേക്ക് ഇതൊക്കെ ഒരുക്കി തയ്യാറാക്കണത് എന്നുള്ള ഇടങ്ങേറ് കുറിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് രസം ഉണ്ടാവില്ല അല്ലേ? ഇതൊക്കെ ഉസ്താദന്മാർക്ക് കൊടുത്തയക്കണതൊക്കെ നല്ല ഭക്ഷണമായിരിക്കും, എല്ലാം കൊടുന്നുകൊണ്ട്. കാരണം നല്ല രുചിയായിരിക്കും. കാരണം എന്താ?
അവര് പിന്നെ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ തന്നെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ റാഹത്താക്കണം എന്നുള്ളൊരു മനസ്സ് അതെന്റെ ഭർത്താവിന് കൊടുക്കുമ്പോൾ അത് ഉഷാറാക്കണം എന്നുള്ള ഒരു ചിന്ത ഒരു പെണ്ണിന് വരികയാണെങ്കിൽ ആ ഭക്ഷണം നന്നാകുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ദീനിന്റെ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാണ്, ആത്മാർത്ഥതയോടുകൂടെയാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അത് പടച്ചു നമ്പുരാണ് കബൂലാണ്. ഏതൊരു കാര്യവും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നിസ്കാരവും സ്വലാത്തും ദിക്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പ്രത്യേകിച്ച് പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരക്കാണ് അല്ലെ. ആഖിർ സമാനിൽ തന്നെ ഉണ്ടാകുന്ന ചില ആളുകളെ കുറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവര് കച്ചവടം ചെയ്യുന്നവരായിരിക്കും, ത്രാസിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത്. ആ സമയത്ത് ഉടൻ തന്നെ തെറ്റേറ്റുകൊണ്ടവർ പോകുന്നു. ഈമാനുള്ള ആളുകളെ കുറിച്ചൊന്നും പറയാം. നമ്മൾ അങ്ങനെയും വേണ്ട, അതൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം പള്ളിയിൽ പോയാൽ മതി. എന്നാലും എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ആർക്കാനും വേണ്ടിയിട്ട് എല്ലാവരും നിസ്കരിക്കുന്നവരല്ലേ, ഇതൊരു ആദത്തായിട്ട് ഇങ്ങനെ പോകാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തി ഉണ്ടാവില്ല, നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരം ആവില്ല, നമ്മുടെ ഉതുവ് യഥാർത്ഥ ഉതുവാകുമ്പോൾ ഓടിക്കതച്ച് ചെന്നിട്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെ പാടയോ ഒരു ഉതുണ്ടാക്കിയിട്ട് ഇല്ലേ വേണ്ട വിധ മുഖം കഴുകാം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കണ്ടില്ലേ മുടി ഇങ്ങനെ വളർത്തിട്ട് അല്ലെ യോയോക്കാക്കിയിട്ട് ഇങ്ങനെ അല്ലെ പല കോലത്തിൽ എന്നിട്ട് എന്താ മുടി ഇങ്ങനെ നിർത്തിയിട്ട് ആ മുടിയിലൊക്കെ തടവുന്ന ആളുകൾ. അതുപോലെ കുടിയൊക്കെ വലിയതാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവൊക്കെ ജനാബത്ത് ഉണ്ടാകുമ്പോൾ അത് വെള്ളം നനയൂലേ എന്ന് ഭയന്നുകൊണ്ട് എപ്പോഴും മുട്ടടിച്ചുകൊണ്ട് നടന്നിരുന്നതാണ്. ഗൗരവാലോചന മദീനത്തുൽ അലിയും ബാബുഹാനല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൽമിന്റെ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അല്ലേ. എന്നിട്ട് അലിയാർ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോ അത് ഒരുപാട് മസലകൾ നമ്മൾ കാണും. റസൂലുള്ളാഹിന്റെ മുടി അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ അല്ലെ. നമുക്ക് ന്യായങ്ങൾ നമ്മുടെ ഭാഗത്ത് ഒരുപാടുണ്ടായി. അപ്പൊ ഏതായിരുന്നാലും എന്ത് പറഞ്ഞാലും അതൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ശുദ്ധിയോടുകൂടെ ജനാപത്തുകാരനാണെങ്കിൽ ആ ശരീരം മൊത്തം അവന്റെ മുടിയൊക്കെ നനഞ്ഞ് അവന്റെ പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും എത്രത്തോളം എന്ന് പറയുന്നു. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം എടുത്തുകൊണ്ട് നോക്കിയാൽ നമുക്ക് പറയാം, നമ്മള് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് അവന്റെ ചന്തിയുടെ ഇടുക്ക് വരെ എന്ന് പറയുന്നു. ഒരു സ്ത്രീയെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അവള് ഇത് പറയാതിരിക്കാൻ കഴിയൂല. നമ്മൾ പലരും ശ്രദ്ധിക്കണില്ല. നമ്മൾ ഷവറട് തുറക്കുന്നു, അതുകൊണ്ട് അല്ലെ കുളിക്കുന്നു, പോകുന്നു അല്ലെ വേഗം അല്ലെ. പിന്നെ നീയത്തൊന്നും വെച്ചോന്നില്ല, അതൊക്കെ പടച്ചവൻ പുരാൻ അറിയില്ല. കാരണം എല്ലാവരും എഴുന്നേറ്റുകൊണ്ട് കുളി നിർബന്ധമായാലല്ലേ നമ്മൾ കുളിക്കുള്ളൂ അല്ലെ. അതൊക്കെ പടച്ചവൻ അറിയൂലേ. അതൊക്കെ നീയത്ത് അങ്ങനെ തന്നെ അല്ലേ. ഇല്ല അങ്ങനെയൊന്നും വേണ്ട, നീയത്ത് വെക്കണ്ട. മോഡേൺ മാറിയിട്ടുണ്ട് ആളുകൾ, അതുകൊണ്ട് പറയാം. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്താതെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മളൊരു പണി ചെയ്യുന്നുവെങ്കിൽ നിസ്കരിക്കാനുള്ള ആ ഒരുക്കം അങ്ങനെ ആയി മാറിയെങ്കിൽ നമുക്കതിനോട് ഒരു മഹത്വത്ത് വരും, ഒരു രസം വരും. അത് ചെയ്യാനൊരു രസം, ഒരു ആനന്ദം. അല്ലാഹുവേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആനന്ദം നീ നൽകണേ അല്ലാഹ്. ഇബാദത്തിനോടുള്ള താല്പര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എന്റെ ചെറുപ്പക്കാരായ എത്ര സമയങ്ങളാണ് നമ്മൾ ചെലവഴിക്കുന്നത്. യൂട്യൂബിലുള്ള പാട്ട് കേട്ടുകൊണ്ട് എത്ര സമയങ്ങളാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. രാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ മൊബൈൽ ഫോൺ ഇയർഫോണും കൊടുത്തുകൊണ്ട് ചവിട്ടിൽ വെച്ചുകൊണ്ട് കഴിയുന്ന എന്റെ ചെറുപ്പക്കാരാ, സിനിമയും സീരിയലുമൊക്കെ യൂട്യൂബിലൂടെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏതോ ആളുകൾ യൂട്യൂബിലൂടെ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ പഠിച്ചു വിടുമ്പോ എത്ര സമയങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി കൊണ്ട് ചെലവഴിക്കുന്നത്, എത്ര സമയങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി കൊണ്ട് ചെലവഴിക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് നിങ്ങളോടാ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് പറച്ച നമ്പുരാനാണ് ചോദിക്കുന്നത് നിന്നോടാ. നിന്റെ ഉപ്പയോടല്ല, ഉമ്മയോടല്ല, കൂട്ടുകാരോടല്ല, അയൽവാസികളോടല്ല, നിന്റെ കൂടെ നടന്ന കൂട്ടുകാരോടല്ല, മറിച്ച് നിന്നോട് പറച്ച നമ്പുരാൻ ചോദിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിനോട് മറുപടി പറയാൻ കഴിയണേ. ആ കബറിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന മറുപടികളെ പറയാൻ കഴിയണേ. എത്ര ആളുകളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്, എത്ര പേരാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. നമ്മുടെ കൂട്ടുകാരായ ഉമ്മയായി ഉപ്പയായി ഈ
അതുകൊണ്ട് തന്നെ നമ്മളോട് ഉറ്റവരായ ഉടയവരായ ഈ എത്രയാളുകളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അവരൊക്കെ ഇന്ന് കബറിനകത്തല്ലേ? അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ആ കബറിടത്തിലേക്ക് നമ്മളും പോകേണ്ടവരല്ലേ? സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ കബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയൂലെങ്കിലും അവിടുത്തെ അദാബിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഈ ദുനിയാവിൽ നിന്ന് ഒരുങ്ങി തയ്യാറാകണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഒരുങ്ങി തയ്യാറാകണേ. ഒരുങ്ങണം, നമ്മൾ ഒന്ന് ഒരുങ്ങണം. സീരിയലും അതുപോലെ സിനിമയും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, സിനിമയും സീരിയലും വലിച്ചെറിഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹുവേ പടച്ചവരിലേക്ക് അടുക്കാനുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. എത്രയാ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്, എത്ര ദിക്റുകളാ ഒരു ദിവസം ചൊല്ലുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? എത്ര ദിവസമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ട്? എന്റെ ചെറുപ്പക്കാരാ, ഓർക്കുക, ഈ മൊബൈൽ ഫോണുമായി കൊണ്ടിങ്ങനെ നടക്കുക എന്നല്ലാതെ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കിയിട്ട് അത് ഓതുമ്പോ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമെന്നല്ലേ, നമ്മുടെ മനസ്സ് നന്നാകുമെന്നല്ലേ? അല്ലാഹുവേ, നിന്റെ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മനസ്സാന്തരങ്ങളിൽ ഉണ്ടാകുന്ന ഞാൻ ഓടിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാമതായിക്കൊണ്ട് ചെയ്യാൻ, പടച്ചവനെ അമല് ചെയ്യാൻ ഒരു രസം നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ ഹിദായത്ത് നമുക്കുണ്ടെന്നാണ്. ഒരു രസം നമ്മുടെ മനസ്സിൽ വേണം, എന്നാ നമുക്ക് ഹിദായത്തുണ്ട്. എന്നാ നമ്മുടെ യഥാർത്ഥ ഹിദായത്തിന്റെ ആ പ്രകാശം നമ്മുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് വല്ലാത്തൊരു ഭാഗ്യമാണ്, രസം ഇല്ലേ? ഇബാദത്ത് ചെയ്യാനും ഒരു രസം ഉണ്ടാകാനുള്ളത്, ആരാധന കർമ്മങ്ങൾ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാൻ, അതുപോലെ ദിക്ർ ചെല്ലാനൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ചൊല്ലിപ്പോലും അസ്തഗ്ഫിറുല്ലാഹ്. ആളുകളൊക്കെ പറയട്ടെ, ഇസ്തിഗ്ഫാറില്ല, സ്വലാത്ത് ചെല്ലാം, ആളുകളെ നമ്മളെ മണ്ടനെന്നും മടയനെന്നും ഒക്കെ വിളിച്ചോട്ടെ. പക്ഷെ എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചൊല്ലിക്കൂടെ, അങ്ങനെ ചെല്ലാൻ കഴിയാത്ത എത്ര ആളുകൾ ആരംഭത്തിലുണ്ട്. ഉമ്മമാർക്ക് കഴിയും, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എന്താണെന്ന് ചൊല്ലിയ നമ്മുടെ കബറ് മനുഷ്യൻ മരിക്കുമ്പോൾ പറയാൻ വേണ്ടി കഴിയും. ഏറ്റവും കൂടുതൽ അവൻ ജീവിതത്തിൽ പറഞ്ഞതാണ് അല്ലെ? ഒരു ആളുടെ ചരിത്രം ഞാൻ വായിച്ചു. അയാള് മരിക്കണ സമയത്ത് അവനോട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തപ്പോ, അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ അവൻ അത് ചെല്ലുന്നില്ല. അവൻ പറയുന്നത് എടുക്കടാ കുടിക്കടാ എന്നാണ്. എടുക്കടാ കുടിക്കടാ. അപ്പൊ ഇവനെ കുറിച്ച് കൊണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ കള്ളുകുടിയനായിരുന്നു, എപ്പോഴും കള്ളുകാപ്പനാണ് അവനുണ്ടാകും. അവൻ എപ്പോഴും കൂടുതൽ പറഞ്ഞ വാക്യതാണ് ഒരാള് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പറഞ്ഞത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ മരിക്കുന്ന സമയത്ത് പറയാൻ കഴിയും. അല്ലാഹുവിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ അത് ഒരു പണിയില്ലാത്ത കാര്യം, ഒരു പണിയില്ലാത്ത കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ചിലത് നമ്മൾ ചെയ്യുമ്പോൾ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോ നിസ്കാര ശേഷം നമ്മൾ ചെയ്യുന്ന ഒരമലാണ്. അല്ലെ, ചില ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് പോകും, വേഗം ഓടും. അവിടെ ദുആ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രത്യേകിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല. അതൊക്കെ എന്തോ ഒരു വിദഗ്ധ അല്ല, ശിർക്കാണ് ഇതെന്നൊക്കെ പോലത്തിൽ എഴുന്നേറ്റ് പോകുന്ന ചില ആളുകൾ അല്ലാഹു ആദരിക്കുന്നതാണ്. അവിടെ ഇരുന്നുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസല്ലേ, ഒരാൾ ഇരുന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് 33 വട്ടം അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലേ ഇന്ന് കഴിഞ്ഞ് മൂട് തിരക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ അത്രയും, സമുദ്രത്തിലുള്ള നുരയോളം അവൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പാവപ്പെട്ട ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, സമ്പന്നരിങ്ങനെ സമ്പത്തൊക്കെ കൊടുക്കുന്നുണ്ട്, സമ്പത്തൊക്കെ ദാനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ ദാനം ചെയ്യാൻ. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞത് ഇതാ, നിങ്ങൾ നിസ്കാര ശേഷം ഇത് ചൊല്ലിക്കൂടും 33 വട്ടം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അവസാനമില്ലായാലും ചൊല്ലിക്കൂടും. എന്നാൽ അവര് കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു സദഖ കൊടുത്തതിന് തുല്യമാണെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അപ്പോ
ഇത് സമ്പന്നരായ ആളുകളും കേട്ടു, പണക്കാരായ ആളുകളും ഇത് കേട്ടു. അപ്പൊ അവരും ചെല്ലാൻ തുടങ്ങി, ഇതിങ്ങനെ ചെല്ലാൻ തുടങ്ങി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും ഇവര് ചെന്നുകൊണ്ട് പറഞ്ഞു. അപ്പോ നബി അവരും ചെല്ലല് തുടങ്ങിയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് എന്താ പറഞ്ഞാലും ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു സമ്പത്തും കൊടുക്കാൻ, സദക്ക കൊടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഇത് ചെല്ലിയാൽ വലിയൊരു നേട്ടമല്ല. ഇനി ചില പള്ളികളിലൊന്നും മഗ്‌രിബ് കഴിഞ്ഞാൽ ചെല്ലാറ്, ഞാൻ എൻ്റെ പള്ളിയിൽ ചെല്ലാറുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇത് ചെല്ലാറില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം ചൊല്ലുന്ന സുന്നത്താണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താന്ന് പറയുന്നത്? നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യാനുള്ള കാരണമാണ്. ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, ഖദീമായ അഭിപ്രായമുണ്ട്, ജദീദായ അഭിപ്രായം. എന്ന് വെച്ചാൽ ശാഫി ഇമാം തങ്ങള് ഇറാഖിൽ വെച്ചുകൊണ്ട് പറഞ്ഞ, ബഗ്ദാദിൽ വെച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഖദീമായ അഭിപ്രായങ്ങൾ പറയും. എന്നാൽ അതേ ശാഫി ഇമാം തങ്ങൾ തന്നെ ഈജിപ്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് ജദീദായ അഭിപ്രായമാണ്, പുതിയ അഭിപ്രായമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഖദീമായ അഭിപ്രായ പ്രകാരം മഗ്‌രിബിന്റെ സമയം എന്ന് പറയുന്നത് ഇശാ വരെ ഉണ്ട് എന്ന്. അതാണ് ബഹുമാനപ്പെട്ട നബിയുമാവൊക്കെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. മഗ്‌രിബിന്റെ സമയം എന്ന് പറയുന്നത് ഇശാ വരെ ഉണ്ട് എന്ന്. എന്നാൽ ജദീദായ അഭിപ്രായ പ്രകാരം, പുതിയ അഭിപ്രായ പ്രകാരം ഒരാൾ മഗ്‌രിബിന്റെ സമയം എന്ന് പറയുന്നത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു, ഒന്ന് ഡ്രസ്സ് മാറാനുള്ള സമയം, വുളൂ ചെയ്യാനുള്ള, അംഗശുദ്ധി വരുത്താനുള്ള ഒരു സമയവും, മഗ്‌രിബിന്റെ മുമ്പ് ലഘുവായ ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. ചിലവരൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് ലഘുവായ സുന്നത്ത് നിസ്കാരം, അത് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരവും അതിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് കഴിയുന്നത് വരെയുള്ള ഒരു സമയമുള്ളൂ മഗ്‌രിബിന്റെ സമയം എന്നാണ് പുതിയ അഭിപ്രായം. പക്ഷെ പഴയ അഭിപ്രായത്തെയാണ് നമ്മുടെ ഇമാമുകളായ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ നബവി ഇമാം അടക്കമുള്ള ആളുകളൊക്കെ മുഅത്തമദാക്കിയിരിക്കുന്നത്, പ്രബലമാക്കിയിരിക്കുന്നത് പഴയ അഭിപ്രായത്തെ. ചില 2 വരുമ്പോ അവരതിൽ ഇജ്തിഹാദ് ചെയ്ത് അത് ഗവേഷണം നടത്തിയിട്ട് അവര് അതിൽ ചില കാര്യങ്ങൾ പറയും. അപ്പൊ അവര് വെറുതെ പറഞ്ഞതാവൂല, അങ്ങനെ പല മസ്അലകളും അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ വിഷയത്തില് ഖദീമായ അഭിപ്രായത്തെയാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായമാണ്, അഭിപ്രായം അനുസരിച്ചുകൊണ്ട് വരുമ്പോ ഇശാ വരെ സമയമുണ്ട്. പക്ഷെ ഇതാണെങ്കിലോ ജദീദായ അഭിപ്രായ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാല് മഗ്‌രിബിന്റെ സുന്നത്ത് നിസ്കാരം, പിന്നെ സുന്നത്ത് നിസ്കാരം പിന്നെ ഈ സമയത്തല്ലാതെ പോകുന്നു. അപ്പൊ ഒരുപാട് ദിക്റുകളും ഇതൊക്കെ ചൊല്ലിയിട്ട് അപ്പൊ ഇരിക്കുക എന്നുണ്ടെങ്കിൽ സമയം വൈകും എന്ന അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചില പള്ളിക്കലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ദുആ ഉണ്ടാവും മഗ്‌രിബിന്റെ. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് വരക്കണ്ട എന്നുള്ളത്. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള ആ സമയത്ത് എന്ത് ചെയ്യാം, പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ദിക്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുആ ഒന്ന് ചുരുക്കുക, ദുആ ചെയ്യണം. അത് കാരണം മതനിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന പ്രത്യേകം ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യണം. അപ്പൊ ആരും ചൊല്ലുന്നില്ലെങ്കിലും നമ്മൾ ചൊല്ലാൻ പറ്റിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ വേഗം നമുക്ക് സമയമില്ല അല്ലേ, വേഗം നമ്മൾ ഓടിപ്പോകുന്നത്, ഒരുപാട് അമലുകൾ നമ്മൾ പോകുന്നത്. നമ്മൾ വിചാരിച്ചത് എന്താ, നമ്മൾ കുറച്ചൊരു ഉംറയും ഹജ്ജൊക്കെ ചെയ്തവരാണ്, കുറച്ച് നിസ്കരിച്ചവരാണ്, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, എന്നാലും നാളെ നാം സ്വർഗ്ഗത്തിൽ കിടക്കുക. സ്വർഗ്ഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ മീസാൻ എന്ന ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആമാലുകൾ ഒരുപാട് ഉണ്ടാകും, ഭാരം തൂങ്ങാൻ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് അത്ര ചെറിയ ത്രാസൊന്നുമല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ മീസാൻ എന്ന ത്രാസ് എനിക്കൊന്ന് കാണിച്ചു തരിക. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീണു എന്ന ചരിത്രം പറയുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ 7 ആകാശങ്ങളും 7 ഭൂമികളും ആ മീസാനിൽ വെച്ചപ്പോ ഒരു നാണയത്തിന്റെ അത്രയുള്ളൂ, ഒരു ചെറിയ നാണയത്തിന്റെ അത്രയുള്ളൂ. അതിന്റെ
അപ്പൊ നമ്മളെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ നേരെ സ്വർഗത്തിലോട്ടാണ് നമ്മൾ വിചാരിച്ചാൽ അല്ലേ? എത്ര ഉണ്ടാകും നമ്മുടെ അമാലുകളൊക്കെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുക. ഒന്ന് പറയുന്നത് ഇബാദത്ത് ചെയ്യുന്നതിൽ, ആരാധന കർമ്മങ്ങളിൽ ഒരു ലദ്ദത്ത്, ഒരു രസം നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. രണ്ടാമതായി കൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഹിദായത്തിന്റെ വെളിച്ചം ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ കടന്നു എന്നതിന്റെ തെളിവായി കൊണ്ട് രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? വതഹമ്മുലുൽ മശഖ്ഖതി ഫീ റിദല്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രീതിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്ഷമിക്കലാണ്, സഹിക്കലാണ്. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിച്ചു എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. പ്രയാസങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തികമായി കൊണ്ട് നഷ്ടമാവട്ടെ, മറ്റു പ്രയാസങ്ങളാവട്ടെ, എന്ത് തന്നെ പ്രയാസങ്ങളാണെങ്കിലും അല്ല, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും ആർക്കെങ്കിലും കഴിയുമെങ്കിലല്ല, അവന് ഈമാനിന്റെ വെളിച്ചമുണ്ടെന്ന്, ഹിദായത്തിന്റെ വെളിച്ചമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കണേ. എന്ത് കാര്യങ്ങളും വരുന്ന സമയത്ത് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നാണ്, ഹിദായത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണ്. ഇസ്രായേലിയുടെ 18ാമത്തെ വർഷം തന്നെ 38ാമത്തെ വയസ്സിൽ ജോർദാനിൽ വഫാത്തായ സഹാബിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സഹാബി ലോകത്തോട് വിട പറയുന്ന സമയം വന്നപ്പോ, മരണമാസന്നമായി കിടക്കുമ്പോ ആ സഹാബി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാ. ആ സഹാബി ഇങ്ങനെ കരയുകയാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ആ സമയത്ത് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മുആദ് ഇബ്നു ജബൽ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം അവിടെ കൂടിയവരോട് പറഞ്ഞു കൊടുക്കുകയാ. അദ്ദേഹം പറയുകയാ, വഖാല ഇന്നമാ ബികി അലാ ദമഇൻ അവാജിരി. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? ഞാൻ കരയാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? നോമ്പെടുത്തുകൊണ്ട് തൊണ്ടത് വളരുന്ന ഒരു സമയം വരുമല്ലോ. നോമ്പെടുത്തുകൊണ്ട് നട്ടുച്ച സമയത്ത് തൊണ്ട വരണ്ടുകൊണ്ട് ഇനി ജീവിക്കേണ്ട ഒരവസ്ഥ എനിക്ക് കിട്ടൂലല്ലോ. നോമ്പെടുത്തുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടെ, വളരെ വിശപ്പ് സഹിച്ചുകൊണ്ട്, വളരെ ദാഹം സഹിച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് തൊണ്ട വരേണ്ട ഒരു സമയം ഉണ്ടാകുമല്ലോ. ആ സമയം ഇനി ജീവിതത്തിൽ എനിക്ക് ലഭിക്കൂലല്ലോ എന്നോർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതായി കൊണ്ട് പറയുന്നത് എന്തെന്നറിയോ? വഖിയാമിൽ ലൈലി ശിതാ. രാത്രി എഴുന്നേറ്റുകൊണ്ട്, തണുപ്പുള്ള രാത്രി എഴുന്നേറ്റുകൊണ്ട് ഇനി നിസ്കരിക്കാൻ എനിക്ക് കഴിയൂലല്ലോ. എത്രയോ രാത്രികൾ പഠിച്ചവരെ, തണുപ്പുള്ള രാത്രികൾ ഞാൻ എന്റെ ഓർത്തുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നല്ല. ഇനി അതെനിക്ക് കഴിയൂലല്ലോ എന്നോർത്തുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് എഴുന്നേൽക്കാറുണ്ടോ? എത്ര സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ കിടന്നിറങ്ങുകയാ. അല്ലാഹു തന്ന ഭക്ഷണവും സമ്പത്തും അവന്റെ പാർപ്പിടങ്ങളും ഉപയോഗിച്ച് നമ്മൾ കിടന്നിറങ്ങിയിട്ട് അല്ലാഹുവിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും രണ്ട് കയ്യും നീട്ടിയിട്ട് സ്വീകരിച്ചുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, സുബഹി പോലും ഖളാക്കുന്നവരായി നമ്മൾ മാറിയെങ്കിൽ ഇവരൊക്കെ അല്ലാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അവര് സഹിക്കാൻ തയ്യാറാവുകയാ, അവര് ക്ഷമിക്കാൻ തയ്യാറാവുകയാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആ തണുപ്പുള്ള രാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ എനിക്ക് കഴിയൂലല്ലോ. പിന്നീട് അദ്ദേഹം പറയുകയാ, വമുസാഅമത്തുൽ ഉലമാ ഇൻദ ദിക്രിൽ ദിക്രി. ദിക്റിന്റെ ഹൽക്കയിൽ ആലിമീങ്ങളോടുകൂടെ ഇരിക്കാൻ എനിക്ക്
കഴിയുമല്ലോ പഠിച്ചവരെ എന്നോർത്തുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞതെങ്കിൽ എന്റെ ഇൽമിന്റെ മദ്രസയിലേക്ക് കടന്നു വന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതിനു വേണ്ടിയാ നമ്മളും തയ്യാറെടുക്കേണ്ടത്. അവരൊക്കെ പോയ സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ അവർ ചെയ്ത അമാലുകളുടെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണേ. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സഹോദരങ്ങളെ, എത്ര സമയം അല്ലാഹു തന്നു, ആയുസ് തന്നു അല്ലെ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഞാനടി മണ്ണിനകത്താണ്. നമുക്കിപ്പോഴും ജീവിക്കാനുള്ള അവസരം പടച്ചോൻ തന്നിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല നാളെ പോകുന്നതിലേക്ക് നമ്മൾ ഒരുങ്ങുന്നില്ല. ഇവരൊക്കെ അതിനു വേണ്ടി ഒരുങ്ങിയതാണ്, അതിനു വേണ്ടി തയ്യാറായതാണ്. അതുപോലെയാണ് നമ്മളും ആവുന്നത്. അല്ലാഹു നമുക്കുള്ള ഭാഗ്യം നൽകട്ടെ. മൂന്നാമതായിക്കൊണ്ട് മഹാന്മാര് പറയുകയാണ്, ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ദുനിയാവിനേക്കാളും ദീനിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഹിദായത്തിന്റെ പ്രകാശം ലഭിച്ചിട്ടുണ്ടെന്നാണ്. ദീനിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ മനസ്സ് വരുന്നുണ്ടോ? ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദുനിയാവിനേക്കാളും ദീനിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഹിദായത്തിന്റെ ആ പ്രകാശം നമ്മുടെ മനസ്സിലുണ്ട്. അതുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കും. ദീനിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുൻതൂക്കം കൊടുക്കാൻ ഒരു സാമ്പത്തികമായി നമ്മുടെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ കലാലയങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാതെയാണെന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു പാവപ്പെട്ടവൻ തന്റെ അയൽവാസിയാവട്ടെ, കുടുംബമാവട്ടെ, പ്രയാസത്തിനായി കഴിയുന്നവനെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിന് വേണ്ടിയല്ലോ, നാളെ ആഖിറത്തിന് വേണ്ടിയാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ദുനിയാവിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ആഖിറത്തെ തിരഞ്ഞെടുക്കുന്നുവല്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ്. ഈ ദുനിയാവിൽ നീ ഇങ്ങനെ അമലെടുത്തുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് എപ്പോഴാണ് മരണം കടന്നു വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. ഏത് നിമിഷമാണ് അല്ലാഹു നിനക്ക് കണക്കാക്കിയിരിക്കുന്ന അതിലൂടെ അസ്രായേലും പരിവാരങ്ങളും കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാലോ, ആ സമയത്താണ്, മരണസമയത്താണ് നമ്മൾ അസ്രായേലിനെ കാണുന്നത്. ആ സമയത്ത് ആ മലക്കിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സൂചിയെടുത്ത് കുത്തിയാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു സൂചിയെടുത്തങ്ങ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കുമല്ലോ. എന്നാൽ ഈ വേദന അനുഭവിക്കുന്നത് നമ്മുടെ രക്തവും ചലവും മറ്റു മാംസങ്ങളും എല്ലാം കൂടിയാണെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവന്റെ കാലുകളിൽ നിന്നാണ് അവന്റെ റൂഹ് പിടിക്കുക എന്ന, തള്ളവരിൽ നിന്നാണ് റൂഹ് പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാ. ഓരോ ഭാഗത്തു നിന്ന് വരാൻ അവന്റെ ആത്മാവിങ്ങനെ വലിച്ചു വരികയാണ്. വല്ലാത്ത വേദനയായിരിക്കപ്പോ, വല്ലാത്ത വേദനയല്ലേ. 300 തവണ ഒരു മനുഷ്യനെ നിർത്തിക്കൊണ്ട് വെട്ടി വീർന്നുകൊണ്ട് അവന്റെ ജീവനെടുക്കുന്നതിന് തുല്യമാണ് മരണത്തിന്റെ വേദന എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നമുക്ക് വരാനില്ലേ? അത് വരാനില്ലേ? അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങളെ കാക്കണയല്ല, ഞങ്ങളുടെ മരണവേദന ലഘൂകരിച്ച് തരണയല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെറിയ എന്തെങ്കിലും കുത്തിയാലും നമുക്ക് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? അതേ സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള റൂഹ് എല്ലായിടത്തും പരന്ന് കിടക്കുക, റൂഹ് എല്ലാ ഭാഗത്തും പരന്ന് കിടക്കുകയാണ്. ആ റൂഹിനെ ഓരോ ഭാഗത്തു നിന്നും പിടിച്ചു കൊണ്ടുപോകുക. മരിക്കാൻ സമയമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കാലിൽ നിന്ന് അയാൾ കാലനക്കാൻ കഴിയില്ല. കാലുകൊണ്ട് ചിലപ്പോൾ കാലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിട്ട് കാട്ടണം. അപ്പൊ അവന്റെ മരണം എടുത്തിരിക്കുന്നുണ്ടോ, റൂഹ് ആത്മാവ് പിടിക്കുന്നുണ്ട് എന്നില്ല. അതിന്റെ ഒരു തെളിവാണ് കാലിന്റെ അവിടെ നിന്നാണ് തുടങ്ങി. 250ഓളം മലക്കുകൾ വിവാഹത്തിൽ പറയുന്നുണ്ട്. വലത് ഭാഗത്ത് 250ഓളം മലക്കുകൾ ഇടത് ഭാഗത്ത് നിന്ന് പിടിച്ചു നീങ്ങിയിരിക്കുക. ഇവനിങ്ങനെ കാണുകയാണ്.
മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുകയാണ്. അവസാനം അസ്രായീൽ കൊണ്ട് പിടിച്ചുകൊണ്ട് പോകും. ഇതിങ്ങനെ കാണുകയാണ്. ആ സമയത്ത് നമ്മൾ പറയും ചിലപ്പോ അല്ലേ, പല ആളുകളും മരിക്കാൻ കിടക്കുമ്പോ, ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്താണ്. ആ സമയത്ത് പലപ്പോഴും കുഞ്ഞുമോള് വന്നുകൊണ്ട് പറയാറുണ്ട്, കുഞ്ഞുമക്കള് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടും ഒക്കെ പറയാറുണ്ട്, ഉപ്പാ ഇങ്ങോട്ടൊന്ന് നോക്കണേ ഉപ്പാ, നിങ്ങളുടെ ഇളയ മകനാണുപ്പാ, ഒന്ന് നോക്കണേ, അതല്ലെങ്കിൽ മൂത്ത മകനാണ്, ഒന്ന് നോക്കണേ, അബ്ദുൽ ഖാദറാണ്, അത് സുഫിയാണ്, ഫാത്തിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപ്പാക്ക് പരിചയപ്പെടുത്തുമ്പോ ഒരു പക്ഷേ ഉപ്പ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. എങ്കിലാ കണ്ണുകൊണ്ട് ഉപ്പ നോക്കുന്നതാണ് എന്നറിയോ? പെങ്ങളെ നിങ്ങളെയല്ല, പുണ്യമോനെ നമ്മളെയല്ല, മാറി ഇങ്ങനെ നോക്കുകയാണ്, അവരെ കാണുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ആ മാലാഖമാരെ നമുക്ക് കാണാൻ കഴിയുന്നതാ, നമ്മളെ കാണുന്നതാ, മരണസമയത്ത് ആ മാലാഖമാരെ കാണുന്നതാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് പുഞ്ചിരിയോടുകൂടെ മരിക്കണ്ടേ. ഈ ലോകത്തിൽ നിന്ന് പടവളഞ്ഞു പോകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാവുക. ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവാണ് മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാ. സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ശിഷ്യഗണങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നത്, ഉസ്താദേ നിങ്ങൾ എന്താണ് ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു ആയത്ത് ഓതി കൊടുക്കുകയാ, ലിമിസ്ലി ഹദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതിനു വേണ്ടിയാണ്, ഈ ഒരു ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അമലുകൾ ചെയ്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ പാതിരാ സമയത്ത് എഴുന്നേറ്റത്, ഇതിനു വേണ്ടിയാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ സ്വലാത്തും ദിക്റുമൊക്കെ ചൊല്ലിയത്, ഇതിനു വേണ്ടിയാണ് ഞാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവരൊക്കെ പോകുന്ന കബറിലോട്ട് നമുക്കും പോകാറുണ്ട്. ആ കബർ സ്വർഗ്ഗപുങ്കാവനമാവണോ? ഇവിടെന്ന് നമ്മളൊന്ന് ധ്യാനിക്കണേ. ചിതലും കൊടുക്കളും തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. പൊൻവണ്ണ കോമള മൃദുലമായ ശരീരമേ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ടേ, ക്യൂശിഷ്ടമില്ല തള്ളലാണതുകൊണ്ടേ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മമാരായി ഉപ്പമാരായി കൂട്ടുകുടുംബങ്ങളായി എത്രയോ ആളുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുവല്ലോ. ഞാൻ പഠിച്ചിരുന്ന തൊഴിയൂര് മഹല്ലത്തില് എത്രയോ കബറുമാന്താറുണ്ടല്ലോ. ഒരൊറ്റ കബറുമാന്തിയപ്പോഴും ഒരു മനുഷ്യന്റെ മയ്യത്തെങ്കിലും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവേ, നമ്മുടെ കബറിനകത്ത് നമ്മുടെ ശരീരം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാ അവിടെ പുഴുക്കൾ വരുമല്ലോ, ഉമ്മാവിടെ പുഴുക്കൾ വരുമല്ലോ. ലിപ്റ്റിക് ഇട്ടുകൊണ്ട് കൺമശീലതിക്കൊണ്ട് മുഖമൊക്കെ നല്ലതുപോലെ പൗഡർ ഇട്ടുകൊണ്ട് മിനിക്ക് നടന്നിരുന്ന പെണ്ണലേ, നമ്മുടെ ശരീരം പുഴുക്കൾ ഭക്ഷിക്കുമല്ലോ. ആ സമയത്ത് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ളത് സ്വാലിഹായ അഅ്മാലുകൾ മാത്രമാണുള്ളത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ വലിയ പണക്കാരുണ്ടായിരുന്നുവല്ലോ. ജോൺ കെന്നഡി അടക്കം പറഞ്ഞതെന്താ, അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതെന്താ, ഡോക്ടർമാരുടെ സെക്യൂരിറ്റികളിലൂടെ ഞാൻ മരണത്തെ കീഴടക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ പോലും ലോകത്തോട് വിട പറഞ്ഞു പോയതാ. അല്ലാഹു 400 കൊല്ലം വരെ ജീവിക്കാൻ അവസരം നൽകിയ അനറബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഫിർഔന് പോലെ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ, നമ്രൂദ് ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ, എത്രയോ ധിക്കരന്മാർ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ ഇവിടുന്ന് വിട പറഞ്ഞു പോയവരല്ലേ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിനത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി
മരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തത്ഭുതമല്ലേ എന്റെ സഹോദരങ്ങളെ ഇന്നലെ വരെ നമ്മുടെ കൂടെയുണ്ടായിരുന്ന കഴിഞ്ഞ വർഷമൊക്കെ നമ്മളോടുകൂടെ തമാശകൾ പറഞ്ഞുകൊണ്ട് നമ്മളോടുകൂടെ നടന്നിരുന്ന എത്രയോ കൂട്ടുകാരൻ ആരടി മണ്ണിനകത്തല്ലേ അതുകൊണ്ട് വസാലിമാവിന് പോലോത്തവര് പറയുകയാ ഒരു മനുഷ്യനതിൽ നിന്ന് ഗുണപാഠമില്ലെങ്കിൽ ഈ ആളുകൾ മരിക്കുമ്പോ തന്റെ ഉറ്റവരും ഉടയവരും തന്റെ അയൽവാസികളും തന്റെ ബന്ധുക്കളും ഒക്കെ മരിക്കുമ്പോ ഒരു മനുഷ്യന് ഗുണപാഠം സിദ്ധിക്കുന്നില്ലെങ്കിൽ അവന് കബറിൽ രക്ഷയില്ല കബറിൽ ആ മനുഷ്യന് സമാധാനം ഉണ്ടാകില്ലെന്ന് ഖസാലിമാവ് നിങ്ങൾ പഠിപ്പിക്കുകയാ അതുകൊണ്ട് പെങ്ങളെ ഒന്ന് തീരുമാനിക്കുക ചെറുപ്പക്കാരാ ഒന്ന് തീരുമാനിക്കുക ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എത്ര പേരെയാ നമ്മൾ കൊണ്ടുപോയി കബറടക്കിയത് എത്ര പേരെയാ നമ്മൾ കബറടക്കിയത് എത്ര പേരാ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് അവരെയൊക്കെ നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് പള്ളിയിൽ കൊണ്ടുപോയി അതാ മിഹ്റാബിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പറയാറില്ലേ എല്ലാവരും കഴിയില്ലേ നിസ്കരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാക്ക് പറയാറില്ലേ സഹോദരങ്ങളെ എത്ര പേരെയാ നമ്മളങ്ങനെ പറഞ്ഞത് എത്ര പേരെയാ നമ്മളങ്ങനെ പറഞ്ഞത് അതാനുള്ള മറി വതഖീറുൽ മമാതി ഇല സ്വലാത്തി ദലീലും മഹിയാഹു കസീറു കമാ ബൈനൽ അദാനി ഇല സ്വലാത്തി പൊന്നുമോളെ നമ്മളൊക്കെ പിറന്നു വീഴുന്ന സമയത്ത് നമ്മളെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും അവിടെ കൊടുത്തിരിക്കുകയാ ഇത് നിസ്കരിക്കേണ്ട സമയമേ ഉള്ളൂ നിസ്കരിക്കേണ്ട സമയമേ ഉള്ളൂ ബാങ്ക് കൊടുത്താ നിസ്കരിക്കാൻ ഒരുപാട് സമയമില്ലല്ലോ 15 മിനിറ്റ് അതല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ കണക്കാക്കിയെങ്കിൽ അത്രയല്ലേ സമയമുള്ളൂ അത്രയും സമയമാണ് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിക്കുക ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു പോയി നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഉപ്പയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണേ അല്ലാഹുവേ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒന്ന് ഓർക്കുക പരസ്പരെ ഇങ്ങനെ ഞാനും പോകേണ്ടവരാണല്ലോ ഇത് ഞാനായിരുന്നെങ്കിലോ എത്ര പേരെയാ ചെറുപ്പക്കാരാ നമ്മൾ ഓർക്കുന്നത് 3 ദിവസമല്ലെങ്കിൽ 1 മാസം അതല്ലെങ്കിൽ ഒരു ആണ്ട് വരുമ്പോ ചിലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലും ഓർത്തു പോകുന്നു അതല്ലാത്തവരെ അടക്കിയിട്ട് തിരിച്ചു പോരുന്ന ഈ എത്രയോ ആളുകളില്ലേ ഒരു ദുആ പോലും ചെയ്യാത്ത ഒരു തസ്ബീഹ് എല്ലാം പാടില്ലെന്ന് പറയുന്ന തൽഖീർ പോലും ചൊല്ലിക്കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്ന എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അല്ലാഹുവേ ഉമ്മത്തിനെ കാക്കണമല്ല അതുകൊണ്ട് ഓർക്കുക ഇന്നൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളണം ജീവിതത്തിലൊരു മാറ്റം നമുക്ക് വരണം അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പായി കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ എടുക്കാൻ തയ്യാറാണ് നല്ല മനസ്സോടുകൂടെ ഇന്ന് മുതൽ ഒന്ന് തയ്യാറാവുക പറഞ്ഞ നിസ്കാരത്തിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങളും നമ്മളൊന്ന് കൊണ്ടുവരിക നിസ്കാരങ്ങൾക്ക് പുറമെ എത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ചെറുപ്പക്കാരാ ഇന്ന് പ്രഭാത സമയമാകുമ്പോ സുബഹിക്ക് പോലും പള്ളിയിലോട്ട് വരാത്ത ചെറുപ്പക്കാരൊക്കെ നടക്കുകയാ എന്തിനാ നടക്കുന്നത് എന്തിനാ ചെറുപ്പക്കാരാ നീ നടക്കുന്നത് എന്തിനാ പെങ്ങളെ നീ നടക്കുന്നത് എത്ര നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരം ഒന്ന് നിർവഹിച്ചാ പോലെ റളിയല്ലാഹു തആല 300 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ 22 റക്അത്ത് ഉണ്ടല്ലോ അഫ്ദലായത് 10 റക്അത്തെങ്കിലുമില്ലേ അത് കഴിഞ്ഞ് തഹജ്ജുദില്ലേ വിത്റില്ലേ അതുപോലെ ദുആ നിസ്കാരമില്ലേ അതുപോലെ തഹയ്യത്തുകളില്ലേ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നിസ്കരിക്കേണ്ടതില്ലേ ഇങ്ങനെ തുടങ്ങി സുന്നത്തും ഫർദും നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ വ്യായാമമല്ലേ അതോടൊപ്പം നാളെ നമ്മൾ മരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സത്സംഗം പങ്കെടുത്തവരോട് ഞാൻ പറയുകയാ, ഇന്ന് മുതൽ മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. ഇന്ന് മുതലൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. പടച്ചോനയിലുള്ള ഓരോ നിമിഷവും ഞാൻ ദിക്ർ ചെല്ലുന്നവനായിരിക്കുമല്ല. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ സ്വലാത്ത് ചെല്ലാൻ തയ്യാറാകുമല്ല. അല്ലാഹുവേ, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒരായത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും ഒരു യാസീൻ സൂറത്തെങ്കിലും ഓതാത്ത ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല അല്ലാ എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടായിരിക്കണം എന്റെ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സദസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവേ, ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നമ്മൾ പടച്ചവനോട് പറയാം, എന്റെ പ്രിയമുള്ളവരതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം. പറയുമ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ പറന്ന് നമ്മൾ നിസ്കരിക്കാറുണ്ട്, വളരെ വൃത്തിയോടുകൂടെ പറന്ന് നിസ്കരിക്കാറുണ്ട്. സുന്നത്തും കൂടെ നമ്മൾ നിസ്കരിച്ചാൽ പറന്നിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു തരുന്നുണ്ട്. പറന്നിലുള്ള അപാകതകളുണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് പുറത്തു തരാൻ കാരണമാകും അല്ലെ? അള്ളാന്റെ റസൂൽ അള്ളാഹു പറഞ്ഞില്ല, നാളെ പടച്ചവന്റെ കോടതിയിൽ അള്ളാഹു നമ്മുടെ ഫർദായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പരിശോധിക്കും. അതിന് വല്ല അപാകതകളുണ്ടെങ്കിൽ മലക്കുകളോട് അള്ളാഹു പറയുമത്രേ, അവന്റെ സുന്നത്തായ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതില് പോരായ്മകൾ, പറഞ്ഞിലുള്ള പോരായ്മകൾ അള്ളാഹു അതിലൂടെ പരിഹരിക്കുന്നുണ്ട്. പക്ഷെ ഈ സുന്നത്ത് യഥാർത്ഥ സുന്നത്തായി മാറട്ടെ. അത് പറന്ന് നിസ്കരിക്കുന്നത് പോലെ തന്നെ സുന്നത്തും നമ്മൾ നിർവഹിക്കാൻ തയ്യാറാണ്. കാരണം സുന്നത്ത് നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പറന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലി, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കണ്ടിറക്കുകയായി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾ തക്ബീർ ചൊല്ലിയിട്ട് നമ്മുടെ ഉമ്മമാരൊക്കെ നിർവഹിക്കേണ്ടതാണ്. പറഞ്ഞൊക്കെ നമുക്ക് സമയമില്ല. ളുഹറിന്റെ സുബഹിന്റെ മുമ്പ് 2 ഉണ്ട്, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4 റക്അത്ത്, അസറിന്റെ മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2. ഇങ്ങനെയാണ് 22 റക്അത്ത്. ഇനി അഫ്ളലായതാണെങ്കിൽ സുബഹിന്റെ മുമ്പ് 2 റക്അത്തുണ്ട്, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, അസറിന്റെ മുമ്പ് ശേഷം ഇല്ല, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഇങ്ങനെയാണ് അഫ്ളലായ 10 റക്അത്ത്. ഇത് നിർവഹിക്കുമ്പോൾ ഫർദിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ സുന്നത്തിന് കൊടുക്കണം. ഫർദിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം സുന്നത്തിന് കൊടുക്കണം. അപ്പോ നമ്മളൊക്കെ ഉദാഹരണം ഇപ്പൊ തറാവീഹൊക്കെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം കഴിയുന്ന പള്ളി എവിടെയാണ്, അത് തപ്പിപ്പിടിച്ച് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അവിടെ ഇനി അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത പള്ളി ഇതാവുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിട്ട് അങ്ങനായിട്ട് അവിടെ വരികയായിരിക്കും. നമ്മൾ ചിലവര് പറയും ചെയ്യും, അവിടെ വേഗം കഴിയുന്നുണ്ട്, അപ്പുറത്തെ പള്ളിയിൽ വേഗം കഴിയുന്നുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെയാ നോക്കുക. അവ വളരെ ഗൗരവമെടുത്തായിട്ട് എടുക്കണം. ഇത് വലിയ വിഷയമാണ്. നമ്മൾ സുന്നത്തും പറന്നൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ഇത് ഒരു കാട്ടിക്കൂട്ടലായിട്ട് മാറും അല്ലെ? അവസാനം നമ്മളൊരു കാട്ടിക്കൂട്ടലായിട്ട് മാറും, ഇത് വെറുതെ ഒരു എക്സസൈസ് മാത്രമായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സുന്നത്തായ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട്, അഥവാ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുക. ചില ആളുകളൊക്കെ ഈ പള്ളിയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇപ്പോ പിന്നെ ലാസ്റ്റ് സമയത്ത് ബാങ്ക് കൊടുത്തിട്ട് അത് വരുന്നവര് വരില്ല, പിന്നെ അവസാനം നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കേണ്ട നേരത്തായിരിക്കും അവര് വരിക. ചിലപ്പോ 2 മിനിറ്റ് ആണെങ്കിലും ഇവർ അല്ലാഹു അക്ബർ കയറി. എന്നിട്ടോ അവിടെ മുഅദ്ദിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റേ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അപ്പൊ വലിയ വിചാരിക്കും ഏതായിരുന്നാലും ഇപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് നിസ്കാരം മക്കൾക്ക് കിട്ടുമല്ലോ. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സുന്നത്ത് അവിടെ നിർവഹിക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫർദിന്റെ ഇമാമിനോട് കൂടെ തക്ബീർ കിട്ടാൻ. ഇവിടെ സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്, അത് പാടില്ലാത്ത നല്ല കാര്യമാണ്. അപ്പോ ഈ സുന്നത്ത് നമുക്ക് നിർവഹിക്കാം. അപ്പൊ അത് കഴിഞ്ഞാൽ അതിന്റെ സമയം തീരുന്നില്ലല്ലോ. അപ്പൊ ചില ആളുകൾ വിചാരിക്കാൻ അങ്ങനെ ഇത് മുമ്പ് നിർവഹിക്കേണ്ടതല്ലേ. ഇത് മുമ്പല്ല, ഈ മുമ്പ് ശേഷം നിർവഹിച്ചാലും അതിന്റെ പുണ്യം കിട്ടും നമുക്ക്. അത് കളാകുന്നില്ല. ആ ളുഹ്ർ നിസ്കാരം എപ്പോഴാണോ കളാകുന്നത് അതുവരെ ഇതിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നമുക്ക് നിർവഹിക്കാം. മുമ്പെന്നെ നിർവഹിച്ചോളുന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിസ്കാരം തുടങ്ങാൻ നേരമാണെങ്കിൽ ക്ലോക്കിലൊന്ന് നോക്കാം. ഇനി അഥവാ കണ്ണ് കാണാത്ത ആരെങ്കിലും ആണെങ്കിൽ അപ്പുറത്തുള്ള ആളുടെ ചോദിക്കുന്ന സമയമായിട്ടുണ്ടോ. ഇമാമിന്റെ കൂടെ
ആ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ മലക്കുകളോടുകൂടെ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. അപ്പൊ ആ മലക്കുകളോടുകൂടെയൊക്കെ അത് കിട്ടാനുള്ള വലിയൊരു ഭാഗ്യമുണ്ട്. അതൊക്കെയല്ലേ നമ്മുടെ ഭാഗ്യം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ എളുപ്പ വഴികൾ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒന്നാമതാരാക്കി വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ സാധാരണ ഒരു ഫാത്തിഹ ഓതും, എന്നിട്ട് എന്ത് ചെയ്തു അല്ലാഹുവിന്റെ റുക്നും സുജൂദും നിസ്കരിക്കും. ഭൂരിഭാഗം വരുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മൾ വജ്ജഹത്ത് ഓതാറില്ല. വജ്ജഹത്ത് ഓതാതിരിക്കൽ കറാഹത്താണ്. സൂറത്ത് ഓതലില്ല, അതും കറാഹത്താണ്. ഒരായത്ത് ഓതിയ പോലെ. അപ്പൊ വജ്ജഹത്ത് ഓതാൻ സാധാരണ ഒരുപാട് സമയമല്ല, പ്രത്യേകിച്ച് നമ്മുടെ തറാവീഹൊക്കെ വരുമ്പോൾ അതൊക്കെ വജ്ജഹത്ത് ഓതിയിട്ട് ഇതിനൊക്കെ എങ്ങനെയൊക്കെ കൂടെ കഴിഞ്ഞു പോകുക. ഈ വജ്ജഹത്തും കൂടെ ഓതിയിട്ട് നിസ്കരിക്കാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയാസം. എത്ര ദിക്റുകൾ ഉണ്ടെന്ന്, ഒരുപാട് ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഹംദൻ 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 കസീറൻ ത്വയ്യിബൻ മുബാറക. ഈ ദിക്റ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. എല്ലാവർക്കും ഒരു ഓർമ്മയിരിക്കും ഒരു ദിക്റ, ചെറിയ ദിക്ർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞു നോക്കാൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ചെറിയ ദിക്ർ. ഇത് ചെല്ലിയാൽ മതി. നമ്മൾ ഒരുപാടുണ്ട്. പറന്ന് കലാകുള്ള ആളുകള് പറന്ന് വീട്ടുകയാണ്. അയാൾ ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയം കൂടെ പറന്ന് വീട്ടുകയാണ്. ഏകദേശം അയാൾക്ക് ഉറപ്പ് ഉള്ള സമയം വരെ അയാൾ പറന്ന് കലാവ് വീട്ടുകാരുടെ ബാധ്യതയല്ലേ? അതിലൂടെ ഇയാളുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ അയാൾ പറന്നാണ് എടുക്കേണ്ടത്. അയാൾ ഇത്രയും പെട്ടെന്ന് ആ പറന്ന് കലാവ് വീട്ടാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമില്ലാതെ കലായി പോയതാണെങ്കിൽ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു കണക്കനുസരിച്ചുകൊണ്ട് 15 വയസ്സ് മുതൽ നമുക്ക് പ്രായപൂർത്തിയായത് മുതൽ ഇത്ര വർഷം നമുക്ക് കലായി പോയിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ ഏകദേശം ഒരു 5 കൊല്ലത്തെ ഉണ്ടെങ്കിൽ അത് വേഗം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സമയം കിട്ടുന്നപ്പോൾ അധികമായാലും ചില ആളുകൾ ചോദിക്കാറുണ്ട്. അധികമായ കുഴപ്പമില്ല, സുന്നത്തായിട്ട് പരിഗണിക്കുക. അധികമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇബാദത്ത് മറ്റു കാര്യങ്ങൾ ഇതൊന്നുമില്ല. ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്ന അള്ള തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നല്ലാതെ പിന്നെ മരിക്കേണ്ട കാര്യം എല്ലാവരും അതായത് മരിച്ചു പോകുമല്ലോ, അല്ലെ? ഒരു നെബർ മെയിൻറ്റ് ആയിക്കൊണ്ട് തള്ളുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ ഇത്ര സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ഒരു ചെറിയ ദിക്ർ, അത് വലിയ വജ്ജഹത്തൂന് പറയാൻ. ഇനി ഫാത്തിഹ സൂറത്ത് നമ്മൾ അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരായത്ത്, ചെറിയൊരായത്ത്, അല്ലെങ്കിൽ ചെറിയ സൂറത്ത് ഓതാൻ കഴിയും. ചെറിയൊരു സൂറത്ത് ഓതിന് വലിയ മുന്നുള്ളതാണ്. ആയത്തിൽ മതിയെന്നില്ല, കഴിയെങ്കിലും സൂറത്ത്. അപ്പൊ അത്രയും ചെറിയൊരു സൂറത്ത് ഓതാൻ നമുക്ക് സമയം ഉണ്ട്. നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ചെറിയ ഒരു സൂറത്ത് ഓതിയിട്ടെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ എത്ര വലിയ പുണ്യം നമുക്ക് രൂപപ്പെട്ടുള്ളത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓർമ്മ വരുമ്പോൾ ഓരോന്ന് പറയാന്ന് മാത്രം. ഫാത്തിഹ സൂറത്ത് നല്ലതുപോലെ ഇപ്പോഴും നല്ലതുപോലെ ഓതാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. അതുപോലെ അത്തഹിയ്യാത്ത്. ഞാനവിടെ പല ക്ലാസ്സുകളിലും പറഞ്ഞപ്പോൾ ചില ആളുകൾ ശ്രദ്ധിക്കാണ്, അല്ലേ? നമ്മൾ സാധാരണ ആളുകൾ അത്തഹിയ്യാത്തും മുബാറക്കാത്തും ഓതുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഓതേണ്ടത് എന്താ അറിയാം? അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അവിടെ അത്തഹിയ്യാത്തുൽ മുബാറകാതു എന്ന ഫാത്തിഹ ഏതുപോലെയാണോ അതുപോലെ തന്നെ അത്തഹിയ്യാത്ത്. നമ്മുടെ അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് അങ്ങനെയല്ല. അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അതേപോലെ ഓരോ അക്ഷരങ്ങളും അതിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ശബ്ദ് ഒരു മദ്, അല്ലെ? അറബി പറഞ്ഞാൽ അങ്ങനെയാണ്. ചെറിയ അക്ഷരങ്ങൾ മാറുമ്പോൾ അതിന് മാറ്റം വരും. അതുകൊണ്ടല്ലേ ഇയ്യാക നഅ്ബുദു ശംസുല്ലമൊക്കെ പറഞ്ഞത്, റബ്ബല്ലാഹു വർഖദ അവരൊക്കെ പറഞ്ഞല്ലേ ഇയ്യാക നഅ്ബുദു എന്നുള്ളത് അവിടുത്തെ ഒരു ചെദ് പോയാൽ ഇയ്യാക നഅ്ബുദു പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നഅ്ബുദു പറഞ്ഞാൽ സൂര്യപ്രകാശത്തെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് അത്ര അതിൻ്റെ മാറി. അപ്പൊ അതുകൊണ്ട് ഓരോന്നും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മള് പിന്നെ
ഇപ്പോ സുന്നത്ത് നിസ്കാരത്തിൽ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, അത്തഹിയ്യാത്ത് നമ്മൾ ഓതിയിട്ട് സാധാരണ സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മളോട് സലാം കിട്ടുകയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് എന്നോ എന്തെങ്കിലും പറഞ്ഞോ, അലാലി മുഹമ്മദ് അലവലാലി സയ്യിദിനാ മുഹമ്മദ് കൂട്ടൽ നല്ലതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ സലാം കിട്ടും. അപ്പൊ അവിടെ അത്തഹിയ്യാത്തും വേണം, സലാത്തും നമ്മൾ ചെല്ലണം, അതുപോലെ ദുആയും ചെല്ലണം. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അത് അവസാനത്തുള്ള പ്രാർത്ഥന അല്ലെ, അതും കൂടെ നമ്മൾ ചൊല്ലിയാൽ ആ ഖറാഅത്ത് അവിടെ നിയമം ചെയ്തു, ഇതവിടെ പരിപൂർണ്ണമാവുകയും ചെയ്തു. അതുപോലെ ഉടുവെടുക്കുമ്പോഴൊക്കെ ഓടി മുന്നുകൊണ്ട് കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം ബാക്കിലാവുന്ന മുഖം കഴുകലാണ്, കൈ കഴുകലാണ്, ഇതൊക്കെ നല്ലതുപോലെ സൂക്ഷിച്ച് കഴുകേണ്ടതുണ്ട്. ഇല്ല പീകളുണ്ടെങ്കിൽ, കണ്ണിന് പീകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതുപോലെ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഉദു നിൽക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കും. അവിടേക്കൊന്ന് വെള്ളം ചേർന്നിട്ടില്ലേ, മുഖത്തൊക്കെ വെള്ളമായിട്ടില്ലെങ്കിൽ ഉദു ശരിയായിട്ടില്ല. ഉദു ശരിയാകാതെ എത്ര ആൾക്കാരുടെ ഓടി വന്നിട്ട് വേഗം ഒടുത്തിട്ടാണ് പോയി നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നിസ്കാരക്കാരനായിരിക്കും അല്ലേ, പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. വൈലുള്ളിൽ മുസല്ലീൻ എന്നല്ല, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന് നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണെന്ന് പറയുമ്പോൾ ഉടുവെടുക്കുന്ന കാര്യം നല്ലതുപോലെ ഉടുവെടുക്കുന്നില്ല, നല്ലതുപോലെ നിസ്കരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലുകളായിട്ട് മാറിയിരിക്കുക. അതുകൊണ്ട് മരിക്കണമെന്ന ബോധത്തോടുകൂടെ ഇപ്പോ ഒമിക്രോൺ എന്ന് പറയുന്ന രോഗം, മാരകമായ രോഗം പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഭാവിയെ കാലേ കൂട്ടി നമ്മൾ കാണുന്നവരാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട്, സാമ്പത്തികമായി ഈ വർഷം തന്നെ ഒരുപാട് നമ്മൾ തകർന്ന് പിന്നോക്കാണ്. ഈ അടുത്ത വർഷമാകുമ്പോഴേക്ക് എന്തായിരിക്കുമെന്ന അവസ്ഥയില്ല. നമ്മുടെ സാമ്പത്തികമായി തകർച്ച അങ്ങനെ പോകും, ഇങ്ങനെ പോകുമെന്നൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരുപാട് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ പ്ലാൻ ചെയ്യാറുണ്ടോ? നാളെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എന്താണ് ഉള്ളത് റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പറയാറുണ്ടോ? അല്ലേ, ഒരാള് മരിച്ചാല്, ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ ചിലപ്പോൾ പറയാറുണ്ടോ, ഭക്ഷണനെ ഇനി ആ കുടുംബത്തിന് ആരാ ഉള്ളത് എന്ന്? അല്ലെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ആ മക്കൾക്ക് ആരാണ്ടെന്ന് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. അല്ലെ, ആ മക്കൾ അതിനേക്കാൾ ഉഷാറായി വരും. ഈ മക്കളാണെങ്കിൽ ഇവന് അവരെ പോറ്റിയിരുന്നതിനേക്കാളും വളരെ ഉഷാറായിട്ടുള്ളത് വരും. വാപ്പല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാകുന്നു. പക്ഷെ ഇവന്റെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും പറയാറുണ്ട്? നമ്മൾ ആലോചിച്ചാൽ എത്ര പേര് നമുക്ക് ഇവിടെ പറഞ്ഞു പോയി. നമ്മളങ്ങനെ പറയാറുണ്ട്, അവരെ കുറിച്ച് പറയാനല്ല. ആ മനുഷ്യന്റെ ഖബറിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? എന്റെ കൂടെ ഇരുന്നിരുന്നവരെ സംസാരിച്ചിരിക്കുന്നില്ലേ? ചില ആളുകൾക്ക് മാറ്റം വരും അല്ലേ? നമ്മുടെ ഈ അടുത്ത പ്രദേശത്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡന്റ്, ചിലപ്പോ നിങ്ങൾ അറിയുമായിരിക്കും. കോട്ടപ്പുറത്ത്, എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു കാർ ആക്സിഡന്റ് ആയി. അതിലൊരു സഹോദരൻ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന കണ്ണും കഞ്ചാവും പലതരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഏർപ്പെടുന്ന സഹോദരങ്ങളാണ്. അള്ളാഹു ചില ആളുകൾക്ക് ഹിദായത്തിന്റെ വിളിച്ചത് കൊടുക്കുന്ന അങ്ങനെ ആയിരിക്കുന്നത്. കൂട്ടത്തിലുള്ള ഒരാളുകൾ മരിച്ചു, ഇവര് മാറി, പെട്ടെന്ന് അവര് മാറിയെന്നുള്ളത്. പിന്നീട് പറയാം അവരെപ്പോഴും കൊന്നേരാ, അവിടുന്ന് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മുടെ നിസ്കാരങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തയ്യാറാകുക. നമ്മുടെ ഉമ്മമാരെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് കൊടുത്താൽ ഉടൻ തന്നെ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക അല്ലേ? അതിനു വേണ്ടി തയ്യാറാകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്വലാത്തു ലിഅവ്വലി വഖതിഹാ, സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കാരം നിർവഹിക്കലാണ്. അതുകൊണ്ട് ആ സമയം വരുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു തിരക്കില്ലാത്ത ആളുകൾ വെറുതെ പീഡികത്തിനിരിക്കാതെ, വെറുതെ അവിടെയും ഇവിടെ ഇരുന്ന് സുറ പറയാതെ, വീട്ടിലേക്കുമ്പോൾ ഒരു പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ ഖബറിൽ ചെല്ലുമ്പോൾ അവിടെ ഈ അമാലുകളൊക്കെ നമ്മുടെ ഖബറിൽ വേണം. നമ്മുടെ നിസ്കാരങ്ങൾ
മൻ ഹഫള അല സ്വലാഹ് കാനത് ലഹു നൂറ എന്നുള്ളത് 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അത് ഖബറിൽ അവന് പ്രകാശമായി കൊണ്ട് കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതുകൊണ്ട് അത് പ്രകാശമായി കൊണ്ട് കടന്നു വരാൻ നമ്മുടെ ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ നമുക്ക് ഉപകരിക്കാൻ, അതോടൊപ്പം ഒരു ചെറിയ അമല് നിങ്ങൾക്ക് ഇന്നത്തെ പങ്കെടുത്ത നിങ്ങളോട് ഞാൻ പറയുകയാണ്. നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തു പോകുന്ന സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഇരിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിക അദദ ഖൽഖിക വരിദാ നഫ്സിക വസിനത അർശിക വമിദാദ കലിമാതിക. ഈ 4 പദങ്ങൾ നീ പറയുകയാണെങ്കിൽ വലിയ മീസാനിൽ എന്ന ത്രാസിൽ വലിയ ഭാരം തോന്നുന്ന ഒരു അമലായി നാളെ ഇത് ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വളരെ ചെറിയ ദിക്ർ എന്ന് പറഞ്ഞു നോക്കൂ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അദദ ഖൽഖിക വരിദാ നഫ്സിക വസിനത അർശിക വമിദാദ കലിമാതിക. ഈ ദിക്ർ നമ്മൾ പറയുമ്പോൾ വലിയൊരു പുണ്യമുള്ള കാര്യം. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഒന്നിരുന്നു അല്പസമയം. നമ്മളൊക്കെ പലരും എന്തായി അവിടെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നവരെ കുറച്ചൊക്കെ നേരം അവിടെ ഈ ഇത്തിക്കാബിന്റെ നെയ്യത്തിൽ കയറുമ്പോൾ തന്നെ ഇത്തിക്കാബിന്റെ നെയ്യത്തൊക്കെ വെച്ച് കയറി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇതും ചൊല്ലി കഴിയുമെങ്കിൽ ഒരു യാസീനൊക്കെ ഓതി കുറച്ചൊരൽപ്പം ഒരു ജുസൊക്കെ ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ ഓതിയിട്ട് ഒരിക്കലും നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് വരെ കടന്നുറങ്ങാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ആരും ഉറങ്ങരുത്. അത് നമ്മുടെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നു. ഒരുപാട് ചിലപ്പോൾ വരുമാനങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് കൂടെ ചെലവഴിക്കുകയും അത് ചിലപ്പോൾ നമ്മൾ ഉപ്പ എപ്പോഴും നിസ്കരിക്കുന്ന ആളായിരിക്കും, പ്രായപൂർത്തിയായ മക്കൾ വീട്ടിൽ കിടക്കുന്നതായിരിക്കും. അവര് മതി നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടാനും, അവരെങ്ങനെ കിടന്നാൽ മതി. അതുകൊണ്ട് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നമ്മളും പ്രാക്ടിക്കലായി അവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ അവരെ എണീപ്പിക്കാൻ നമ്മൾ തയ്യാറ്. നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് മക്കളെ എഴുന്നേൽപ്പിക്കുക. അല്ല, ഇന്ന് ചാടിപ്പോകുന്ന കാലങ്ങൾ വർദ്ധിച്ചതായി എത്രയോ സ്ത്രീകൾ മുസ്ലിമീങ്ങളോടും കൂടെ ഇറങ്ങിപ്പോയത്. ഈ അടുത്ത് സഹില എന്ന് പറയുന്ന ഒരു കുട്ടിയൊക്കെ, ഞാൻ ഒരുപാട് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാം. എത്രയോ ചെറുപ്പക്കാരികൾ ഇല്ലേ അങ്ങനെ പോയത്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ ഒരു മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കൂടെ തന്നെ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉത്തരവാദി നമ്മളാണ്. യഥാർത്ഥ ഉത്തരവാദി നമ്മളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്തിട്ടില്ല, അല്ലേ? ഞാൻ ഈ RP ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. മറ്റേ ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുന്ന മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഒരിക്കൽ നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് കഥകൾ കിട്ടിയപ്പോൾ അതിലൊരു കാര്യം പറയുകയാണ്. ഒരു കുഞ്ഞു മോള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ കൂട്ടി ചിരിച്ചു വരിക. വല്ലാത്ത ചിരിച്ചിട്ട് വന്നപ്പോൾ സാറ് ചോദിച്ചു, എത്ര എന്താ മോളെ നിന്ന് വല്ലാത്ത ചിരിക്കുക, നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത്, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ ഈ മോള് പറയാത്ത, ഇന്ന് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസമാണ്. അപ്പോൾ ഇയാളെ ചോദിച്ചു, എത്രേ അച്ഛൻ അഡ്മിറ്റാക്കിയത്, ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയത് ചിരിക്കുകയാണ്. അപ്പോൾ ഈ മോള് പറഞ്ഞു, എത്രേ അല്ല സാറേ, ഇന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് നല്ലൊരു വാക്ക് പറഞ്ഞു, എന്നെ കൈപിടിച്ചുകൊണ്ട് നല്ല ഒരു സമാധാനത്തിൻ്റെ നല്ല വാക്ക് പറഞ്ഞൊരു ദിവസമാണ് എന്നത്. അപ്പോൾ അവരത് കൊതിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും അവര് പലതും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ കൂടെ എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ഒരല്പസമയം, ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ ഒരു ദിവസത്തിൽ കഴിയെങ്കിൽ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളിൽ അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും സിയാറത്ത് പോകാൻ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്പനേരം അവരോട് കൂടെ സംസാരിക്കാൻ നമ്മുടെ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഉപ്പ നമ്മളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവർ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് അവർ പോവും. കാരണം അവർക്ക് സ്നേഹമാണ് വലുത്. അവൾ ഉപ്പയെ നോക്കൂല, ഉമ്മയെ നോക്കൂല. അല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല, അറാബിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ റസൂലുള്ളാഹി അസ്സലാമു ചൊല്ലിച്ചപ്പോൾ പറഞ്ഞ 10 മക്കളുണ്ട് നബിയെ, ഞാൻ ഇന്ന് വരെ ഒരാളും ചൊല്ലിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ലാ ഇർഹം ലാ യുർഹം, ലാ ഇർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവരോട് പടച്ചോനും കരുണ കാണിക്കുക. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്.
അല്ലേ? അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ പള്ളിയിലുള്ള മുത്തഅല്ലിമീങ്ങൾ, നമ്മുടെ പള്ളിയിൽ വരുന്ന മക്കൾ, ചെറിയ മക്കളൊക്കെ പള്ളിയിലോട്ട് വരുമ്പോൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദേഷ്യമായി. കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കാറോ ഒരു വിധം ഞാനങ്ങനെ പറയാറില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിന് നന്നായിട്ട് തീർക്കും. അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സങ്കടം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുതിർന്ന കുറച്ചൊക്കെ കാരണവരായ ഒരാൾ പറയാണ്, റാത്തീബുള്ള പള്ളി 3 മണിക്കൂറോളൊക്കെ നീണ്ടു നിൽക്കുന്ന റാത്തീബിനെ വന്നിട്ട് ചെറുമക്കൾ വന്നിട്ട് റാത്തീബിൽ പങ്കെടുത്തിട്ട് അവർ ചിലപ്പോ മൂത്രമൊഴിക്കാൻ പോകും, ചിലപ്പോൾ മുഖം കഴുകാൻ പോകും. ഇത് ഇവർക്ക് വല്ലാത്ത പരാതിയാണ്. അവരിവിടെ പള്ളിയിൽ വന്നിട്ട് എന്താ, അവർ മൂത്രമൊഴിക്കാൻ പോകാൻ മുഖം കഴുകാൻ പോകാൻ പിന്നെ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. 3 മണിക്കൂർ നേരത്തെ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താൻ കഴിയും. നമുക്ക് തന്നെ കഴിയും. ഒരു മനുഷ്യന് അവന്റെ വയസ്സ് +3 അതുവരെ അവന് കഴിയുള്ളൂ. എത്ര മണിക്കൂറാണ് സമയം വെച്ച് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ, ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അത്രയും മിനിറ്റുകൾ അവന് കഴിയുള്ളൂ. അതല്ലാതെ അത്ര സമയം പിന്നെയും അവനിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പിന്നെ ഒരു ശതാബ്ദികൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇരുത്തിയിരുന്നു. ഞാനിപ്പോൾ ഏതായാലും 1 മണിക്കൂറല്ലോ, അതുകൊണ്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥ. അപ്പോ അതൊക്കെ അവര് നമ്മുടെ മക്കളായിട്ട് നമ്മൾ കാണും. അവരെ നമ്മുടെ മക്കളായിട്ട് ഓരോ മക്കളും പള്ളിയിലോട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതാ, അവര് നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുക. നമ്മുടെ മക്കൾ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. വീട്ടിലതാ അവര് ജനല് പൊട്ടിക്കുന്നു, ചില്ല് പൊട്ടി, ക്ലാസ് എടുത്ത് പൊട്ടിക്കുന്നു, ഓർമ്മയില്ല. അതേ സമയത്ത് ഒരു 5 ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും കാട്ടി അവനെ തലയൂടിയിട്ട് അവനെ പിടിച്ചിട്ട് അവരെ കൂടെ നിർത്തിയിട്ട് പറയാണ്, അവനെ അത് ചെയ്ത് ശരിയായി, നല്ല കുട്ടിയാണ് കേട്ടോ, അല്ലേ, നല്ല കുട്ടിയാണ് കേട്ടോ, പള്ളിയിൽ വരുന്നുണ്ടല്ലോ, നിസ്കരിക്കാനൊക്കെ എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായിട്ടോ, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉഷാറാകുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ക്ലാസ്സിലൊക്കെ ഓർമ്മ വന്ന അബൂക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചിട്ട്. അയാൾ പറയാണ്, അയാള് തമിഴ്നാട്ടിലെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ മേടിച്ച് പിന്നീട് വലിയ മനുഷ്യനായ കഥ അയാൾ പറയാം. അയാള് ഈ ട്രെയിനുകളിൽ ഓറഞ്ച് വിൽക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പണി. അങ്ങനെ ട്രെയിനിലൂടെ ഓറഞ്ച് വിറ്റിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സന്യാസി വന്നിട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദു സന്യാസി തന്നെയാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കണം, മോനെ എനിക്ക് ഇതിന്റെ നല്ല ഇഷ്ടമായിട്ടോ, എനിക്ക് എന്നെ നല്ല ഇഷ്ടമായിട്ടോ, നീ ഒരു മോനൊരു കാര്യം ചെയ്യണം, ഒരിക്കലും കളവ് പറയരുത് കേട്ടോ. അവൾ പറഞ്ഞു. അയാൾ അപ്പോഴും ഓർക്കുകയാണത്. അതിനുശേഷം അയാൾ കളവ് പറഞ്ഞിട്ടില്ലേ. പഴയ ചന്ദ്രിക പത്രത്തിന് കിട്ടിയിട്ടില്ല. അപ്പൊ അയാൾ പറയാണ്, അപ്പൊ അങ്ങനെ ഒരാളോട് സ്നേഹത്തോടു കൂടെ പറയുമ്പോ അത് ഏറ്റെടുക്കാൻ കഴിയാറ്. അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടായാലും ശരി, മറ്റുള്ള ആളുകളോടായാലും ശരി, ഗൗരവത്തോടു കൂടെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഗൗരവത്തോടു കൂടെയാണ് ചെയ്യടാ, എടുക്കടാ, പോടാ, വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? മകൻ ഇങ്ങനെ പറയും, വാപ്പയാണെങ്കിലും കൂടിയിട്ട് അല്ലേ കുടുങ്ങി, അല്ലേ ഇനി കുടുങ്ങി എന്നുള്ള ആ രൂപത്തിലേക്കാണ് പോവാ. ഒരു സ്നേഹം ഉണ്ടാവില്ല വാപ്പാനോട്, അല്ലെ, ഒരു സ്നേഹം ഉണ്ടാവില്ല, ഉമ്മാനോട് സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ അവര് നമ്മളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിങ്ങൾ വന്നുകൊണ്ട് എന്റെ ഉപ്പയാണ് ഉമ്മയാണ് എന്നുള്ള ബോധത്തോടുകൂടി ആ കബറിനകത്ത് അവര് വരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്നേഹം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ല അടിച്ചമർത്തിക്കൊണ്ട് ഒരാളെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. അടിച്ചിട്ട് നേരല്ലാണ് ഹിറ്റ്ലർ നന്നാവണമായിരുന്നു. ചരിത്രത്തിൽ ലോക ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ വികലാംഗരെ കൊന്ന ഒരേ ഒരു മനുഷ്യനുള്ളത് ഹിറ്റ്ലറാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിന് അച്ഛന് ഉറ്റിക്കൊടുത്തിരുന്നത് വികലാംഗയായ അമ്മായിയാണ്. ഇവന് സ്കൂളിൽ പോകില്ല, വിദ്യാലയത്തിലേക്ക് പോകാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാരാ? അമ്മായി പറഞ്ഞു കൊടുക്കും. അത് കാരണത്താൽ അച്ഛനങ്ങനെ കെട്ടിയിട്ടിട്ട് മരത്തിൽ കെട്ടിയിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മരത്തിൽ കെട്ടിയിട്ടടിച്ചു. എന്നിട്ട് പോലും മാറിയോ? വിദ്യാഭ്യാസം പോകില്ല, അങ്ങനെ ഉണ്ടാകാം. പക്ഷെ ഒരു യുദ്ധത്തിനും വികലാംഗരെ കൊല്ലാൻ പാടില്ല നയമുണ്ടെങ്കിൽ നിങ്ങളത് കൊന്നിട്ടുണ്ട്. തന്റെ പിതാവിന്റെ ആ കബറിന്റെ മുകളിലൂടെ യുദ്ധ ടാങ്കർ ഓടിച്ചു പോയി. അത്രയും വല്ലാത്ത ദേശം പിതാവിനോടുണ്ടായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ മക്കളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അവര് നമുക്ക് പടച്ചവനോട് ദുആ ചെയ്താൽ പടച്ചവൻ ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കണം.
വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് നമ്മൾ നന്നാകുക, നമ്മുടെ മക്കളെ നന്നാക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇനി അഥവാ തല്ലണ്ടി വന്നാലും 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ പിടിച്ച് തലോടണം. ഒരു കുട്ടിയെ നമ്മൾ അടിക്കുമ്പോൾ അള്ളാഹ് ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അടിക്കാൻ പാടില്ല, അള്ളാഹ് വിളിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുട്ടിയെ തച്ചു, കുട്ടി വേദനിച്ച് കരയാണ്, ഉമ്മ അടിച്ചു, വളരെ വലിയ ദേഷ്യം വന്നു, ആ സമയത്ത് അടിച്ചു, കുട്ടി ഇങ്ങനെ കരയാണ്. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് ഇതിലെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന സമയത്ത് ഉമ്മ ചെന്നിട്ട് പറയണം, ഓനെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയാൻ, അവളെ അടുത്ത് കൊണ്ടുവന്നു, ഉമ്മന്റെ വീട്ടിൽ ഉമ്മ അടിച്ചത് വെറുതെ കേട്ടോ, മോളത് ചെയ്യാൻ പറ്റൂലല്ലോ, അത് ചെയ്യാൻ പറ്റാത്തത് ചെയ്തുകൊണ്ടല്ലേ ഉമ്മ അടിച്ചത്, ഉമ്മക്ക് സ്നേഹം ഉണ്ടാകുന്നോട് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു വാക്ക് പറഞ്ഞ കുട്ടി കരയും. നമ്മൾ നോക്കണത് വളരെ ഗൗരവത്തോടുകൂടെ മനഃശാസ്ത്രപരമായി എടുക്കാൻ ഏറ്റവും വലിയ മനഃശാസ്ത്രം എന്നത് ഉമ്മ. കാരണം ഉമ്മായുടെ മടിത്തട്ടാണ് ആദ്യത്തെ വിദ്യാലയം. അവിടുന്ന് വരുമ്പോഴാണ് അവര് നന്നായി കഴിഞ്ഞാൽ അവര് പിന്നെ മദ്രസയിൽ ഉഷാറായി, സ്കൂളിൽ ഉഷാറായിരിക്കും. അതുപോലെ ഒരുപാട് ഉമ്മാർക്കും ഉപ്പാക്കുള്ള വലിയൊരു വിഷയമാണ്. അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുമ്പോൾ പറയാണ്, മക്കൾ എന്തെങ്കിലുമൊക്കെ പിന്നെ മാർക്കൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ അത് കാണിച്ചു തരുമ്പോൾ അത് പിന്നെ ഒരു നെവർ പെയ്തായിരുന്നു. നമ്മൾ പറയും, ചിലപ്പോൾ എന്ത് പറയും, ഇജെന്ന് എനിക്ക് പെയ്ക്കാം, നമ്മളെ മാറ്റാണ്, ഇജെന്ന് പോയെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊടിയൂരൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളെ പറയുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയാക്കും, ഇജൊന്ന് പോയെ, ഇജൊന്ന് പെയ്ക്കേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പറയാം, നീ ഒന്ന് പോയെ പോലെ ഇങ്ങനെ പറയും. അപ്പോ പിന്നെ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോ നല്ല സന്തോഷത്തോടു കൂടി വരികയായിരിക്കും. ആ സമയത്ത് ആ കുട്ടിയെ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു തന്നെ. ഈ അടുത്ത് ഞാനൊരു കഥ വായിക്കുണ്ടായി. പിന്നെ ഒരാളെ പിന്നെ മകള് പിന്നെ എല്ലാ വിഷയത്തിലും മാർക്ക് കുറവാണ്, പക്ഷെ ഒരു വിഷയത്തില് മാത്സിൽ മാത്രം എന്ത് വരിക്കുന്നു 100 മാർക്ക് വാങ്ങിക്കുന്നു. പക്ഷെ അത് പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഇപ്പോഴും വല്ലാത്ത ശകാരം, നല്ല ചീത്ത പറയും, നല്ല ചീത്ത പറയും. അപ്പൊ അന്ന് 100 മാർക്ക് കിട്ടി മാത്സിന്. അപ്പൊ ആ സമയത്ത് അത് കാണിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ പിന്നെ ഇതിങ്ങനെ കാണിച്ച് നോക്കി പറഞ്ഞേ, ഇതിലിങ്ങനെ 100 വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ വട്ടം കൂട്ടിയാൽ. അപ്പൊ ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ ആലോചിക്കണമെന്നുണ്ട്, ആലോചിക്കണം നമ്മള്. അപ്പോ അതേ സമയത്ത് അവര് ആ ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ അയാളോട് പിന്നെ അയാൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് മുഖത്തെന്തോ വല്ലാത്ത വാട്ടയും കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, എന്താണ് മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്, എന്താ പ്രശ്നം? കുട്ടിയൊന്നും പറഞ്ഞില്ല. കുറെ അങ്ങോട്ട് പോയിട്ട് ഇയാൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു. കാരണം വണ്ടി കൊണ്ടുപോയി വിടുന്ന വീട്ടിലെ മറ്റു കുട്ടികളുണ്ട്. അവസാനം ആ കുട്ടി മനസ്സിലൂടെ പറഞ്ഞു വിട്ടേ, ഇങ്ങനെ മാത്സിൽ ഇങ്ങനെ മാർക്ക് കിട്ടിയത് കാണിച്ചു കൊടുത്തു. പിന്നെ അപ്പോ അവരിങ്ങനെ ആണ് ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഇയാൾ പെട്ടെന്ന് വണ്ടിയോട് നിർത്തിയിട്ട് മാത്സിൽ 100 മാർക്ക് ഇയാൾക്ക് വെക്കാം. മാത്സിൽ 100 മാർക്ക് വാങ്ങിയ നാളെ അവിടെ നിർത്തിയിട്ട് ആ കടയിൽ പോയിട്ട് അവിടുത്തെ കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങിച്ചിട്ട് കുട്ടിക്ക് കൊടുത്തു. എന്റെ വളരെ സമ്മാനം. ആ കുട്ടി പറയാൻ എക്കാൻ കഴിയുന്നതോ കൂടെ പറയാൻ വേണ്ടി സ്നേഹം വല്ലാത്തൊരിതല്ലേ, അത് ആലോചിക്കാൻ. അപ്പൊ ഈ ഉമ്മയും ഉപ്പയും ഈ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ശേഷം കൊടുക്കേണ്ട ചില കാര്യങ്ങൾ പൂർണ്ണ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാം. കുറെ വലുത് കൊണ്ട് കാര്യമില്ല, നമ്മൾ പഠിക്കണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക. അതോടൊപ്പം നമ്മൾ നന്നാകണം. നാളെ ഇന്നങ്ങട്ട് നമ്മുടെ ആത്മാവ് എല്ലാത്തിനും നെഞ്ചുവേദന വന്നാണ് അല്ലെ? ഒരു നെഞ്ചുവേദന എടുത്തു കഴിഞ്ഞാൽ ശരീരം തെറ്റാക്കുന്നത് എത്രയോ ആളുകൾ എത്രയാണ് നമ്മുടെ ആയുസ് പഠിച്ചവനറിയില്ല അല്ലെ? എത്ര ആളുകൾ ഇപ്പോ പിന്നെ കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് അവിടെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അല്ലെ നല്ല വീട്ടിൽ പഠിച്ചുകൊണ്ട് പോയതാണ്, എടുത്തിട്ട് പോയത്. അവിടെ തിരിച്ചു വന്നു. ഞാൻ മുനീറെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നിങ്ങൾക്കറിയാം, അവിടെ പല പേരിൽ പേരുണ്ട്. എന്തായിരുന്നാലും വന്ന് പിന്നെ വീണ്ടും കല്യാണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കിനാണ് പെട്ടെന്ന് ഒരു ചുമ വന്നതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ശ്വാസകോശം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവര് പറഞ്ഞു ഇയാൾക്ക് ഒരുപാട് പൈസയുണ്ട്. ഇവന്റെ ഒപ്പം പഠിച്ച ആളുകളൊക്കെ പറഞ്ഞു അമേരിക്കനാണ് എവിടുന്നാലും മരുന്ന് കഴിക്കാൻ ഞങ്ങൾ ഇവരെ രക്ഷിക്കാൻ കഴിയുകയും ചെയ്യാം, എത്ര പൈസ ചെലവഴിച്ചോട്ടെ എന്തും കുഴപ്പമില്ലാതെ പറഞ്ഞു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ നിങ്ങൾ ദൈവത്തോട് പറയാം. ഇതാ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ആ ഒരു സമയം നന്നായി മരിക്കാനും
നമ്മൾ മരിച്ചാൽ തന്നെ നമ്മളെ കബറിനരികിൽ വന്നുകൊണ്ട് നമ്മുടെ ഉപ്പയെ നമ്മുടെ കുഞ്ഞു മോന് ദുആ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് കുഞ്ഞു മോനൊക്കെ ദുആ ചെയ്യാൻ വേണമെങ്കിൽ ഒരു സ്നേഹം തോന്നി അവരെ നമ്മുടെ മക്കളാക്കി നമ്മൾ വളർത്തെടുക്കുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാനും നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ നമുക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒരു ചെറിയ നിലക്ക് ഒരു ഒച്ചൊരു ദിക്ർ ചൊല്ലിയിട്ട് ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തദ്ദീദു ഈമാനക്കും വനബ്ദുഹു ഖുലൂബക്കും. ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ദിക്ർ ചെല്ലാറുണ്ട്. പിന്നെ നമ്മൾ ഈ മരിച്ചോടൊക്കെ ദിക്ർ നമ്മൾ ചെല്ലാറുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലുന്നവരാണ്. പക്ഷെ പലയിടത്തും നമ്മുടെ ദിക്റായി പോകാതെ ഇനിയിപ്പോ ഞാൻ ദിക്ർ പറഞ്ഞു ഇവിടെ ദിക്ർ ചെല്ലിട്ടോ നമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ദിക്ർ ചെല്ലും, പക്ഷെ ദിക്ർ ചിലപ്പോൾ നല്ലതുപോലെ ആകില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിലെ ഹംസ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പ്രത്യേകം എല്ലാവർക്കും പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ആൾക്കാർ അങ്ങനെ പറയാം അല്ലേ, നമ്മൾ അങ്ങനെ എന്നെ ചെല്ലല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയണം. അവസാനത്തെ ദിക്ർ ചൊല്ലുമ്പോ അവസാനത്തിലുള്ള നമ്മൾ അങ്ങനെ പറയാം. നിർത്തുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സത്യത്തിൽ എല്ലാത്തിനും അങ്ങനെ പറയണം. എല്ലാത്തിനും നമ്മൾ അങ്ങനെ നിർത്തേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ഇല്ലല്ലാഹ്. ചെറിയൊരു മന്ത്രം നമ്മൾ മാങ്ങാ തേങ്ങ മാല എന്നൊക്കെ പറയുമ്പോൾ അത്ര ചെറിയൊരു അസ്ലിയായ മദ് അവിടെ. അതുപോലെ തന്നെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ലാ എന്ന് പറയുന്നുണ്ട്. ലാഹിന്റെ മഖ്റജ് എവിടെ? നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ താഴെ അറ്റുക അല്ലെ. നമ്മുടെ മക്കളൊക്കെ മഖ്റജ് പഠിക്കുന്നതൊക്കെ നല്ല പഠിക്കുന്നുണ്ടോ. ഖുർആനൊക്കെ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. മക്കളൊന്നും പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ലാ ഉച്ചരിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ താഴെ അറ്റത്ത് വെച്ച് പറയുന്ന ഇതൊക്കെ അവിടുന്ന് അല്ലേ, ഇതൊക്കെ അവിടുന്ന് വരുന്നത്. അപ്പോ ഇത് ശരിക്കും നമ്മൾ അല്ലാന്ന് പറയുന്നത് എവിടുന്ന? മഹാന്മാര് പറയുന്നു അല്ലാന്നാണോ അല്ലാന്നാണോ പറയുന്നത്, മാറ്റമുണ്ട്. അതിൽ തർക്കണ്ട വിഷയത്തിൽ. അപ്പൊ അള്ളാഹ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അള്ളാന്ന് പറയുമ്പോ അതിന്റെ മഖ്റജ് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ ഊനും എന്ന് പറഞ്ഞ ലാ എന്ന് നമ്മൾ എവിടെ വെച്ചുകൊണ്ടാണോ പറയുന്നത് അവിടെ വെച്ചുകൊണ്ടാണ് ലാ എന്ന് നമ്മൾ പറയേണ്ടത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ നിർത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഹംസകൾ ഉച്ചരിക്കുമ്പോൾ ലാ ഇ ഹംസയുടെ മഖ്റജ് തൊണ്ടയുടെ താഴെ അറ്റാം, ഹാദിന്റെ മഖ്റജും തൊണ്ടയുടെ താഴെ അറ്റാം. ഇലാ ഇലാ ലാ ഇലാ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആൾക്കാരെ ചൊല്ലുണ്ടാവും. നമ്മള് തസ്ബീഹ് ചൊല്ലുമ്പോ എത്ര അല്ലേ ഇന്നെ ചൊല്ലി തീർക്കും. 10,000 20,000 ചൊല്ലി എന്തൊരു 20,000 ഇക്കറയും ഇതിനൊക്കെ കുറ്റല്ലേ കൂലിട്ടു. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെല്ലണം. ലാ ഇ എന്നുള്ള മഖ്റജ് ഇവിടുന്നാണ്, ഹ എന്നുള്ളതും ഇവിടുന്നാണ്. കുറച്ച് ചെല്ലിയാൽ മതി. അള്ളാഹ്ക്കറിയോ ലാ ഇലാഹ ലാ എന്നുള്ളത് കുറച്ച് നീട്ടാം, മദ്ദിനെ നീട്ടാം. അത് മുൻഫസിലാണ് എന്ന് പറഞ്ഞാല് 7 അർത്ഥത്തിന്റെ കതിര് വരെ നീട്ടാം. എന്നാൽ ഇലാഹ എന്ന് നീട്ടാൻ പറ്റൂല. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ലാ ഇലാഹ. ഇലാഹ എന്നുള്ള ഇലാഹ കൂടുതൽ വേണ്ട. ഇലാഹ പറയുമ്പോൾ നമ്മള് മാല തേങ്ങ അല്ലെ ഇങ്ങനെയൊക്കെ പറയുന്ന അത്രയും നീട്ടുള്ളൂ. ഇലാഹ ഇത്രയും വേണ്ടുള്ളൂ. മാലിക്ക് ഇതൊക്കെ അങ്ങനെ നീട്ടുള്ളൂ. ചില ആളുകള് ചില നമ്മുടെ കുട്ടികളൊക്കെ മാലിക്ക് യൗമിദ്ദീൻ തെറ്റാണ്, പാടില്ല. മാലിക്ക് മാലിക്ക് യൗമിദ്ദീൻ ഇത്രേ പറ്റുള്ളൂ. മാലിക്ക് ഇത്രേ പറ്റുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണില്ല. ഇലാഹ
അല്ലെ? നമ്മള് ഇത് പറയുമ്പോ നമുക്ക് അത്ര തന്നെ ഒരു തോന്നൂല. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ളത്, ഒരു കാര്യം ചോദിക്കാൻ മാല എന്നുള്ളത് ഒരാൾ പറയും, ഒരു പെണ്ണ് പറയും എന്റെ മാലകൾ കണ്ടിക്കാന്ന് പറയും. അങ്ങനെ പറയില്ലല്ലോ. തേങ്ങോട്ട് എടുത്താന്ന് പറയാം, അങ്ങനെ പറയൂല. ആ തേങ്ങ എടുത്തേ ഇത്ര ചോദിക്കുള്ളൂ. അപ്പൊ എന്നതുപോലെയാണ് അത് പറയുമ്പോഴാണ് നമുക്ക് മലയാളം പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പിന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇലാഹ എന്നുള്ളത് കൂടുതൽ നിൽക്കണ്ട. ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രേ പറ്റുള്ളൂ. ഇല്ലല്ലാഹ് പിന്നെ ലാം നമ്മൾ ഉച്ചരിക്കും. അള്ളാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ചെറിയ നിലക്കൊരു നീട്ടലും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ചെല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യം പിന്നെ നടക്കാം. ഞാൻ നാല് തേക്കാനും നിർത്തിക്കുന്നു. ഇത് അറിയാതെ തന്നെ പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ. പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു പിന്നെ നമുക്കൊരു 11 തവണ ദിക്ർ ചെയ്യാം. ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفذ به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا ജലക്ഷിതാവായ മാലിക്കുൽ മലൂക്കായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയതിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിനെ കേട്ടതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിനുള്ള ബാധകൾ പരിഹരിച്ചുകൊണ്ട് സമ്പൂർണ്ണ സ്വാലിഹായവരായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മിത്ര് തവാബിന് ഞങ്ങളുടെ നേതാവായ നിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ഭാരസന്താനങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മൺമറഞ്ഞ മുഴുവൻ നബിയാക്കളും ഔലിയാക്കളും മശായിഖന്മാരും മുസന്നിഫീങ്ങളും മുഹദ്ദിഥീങ്ങളും മുഹഖഖീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബദരീങ്ങളും ഉഹദീങ്ങളും പോലത്തെ ശുഹദാക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരായ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ മിത്ര് തവാബിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വിശിഷ്യ കൊയിലാണ്ടി മക്കാമിൽ, കോട്ടപ്പുറം മക്കാമിൽ, കൊടുമുടി മക്കാമിൽ, അവിടുത്തെ പള്ളിയിൽ റബ്ബേ, ഞങ്ങളുടെ പള്ളിയുടെ ചാരയൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാരഥന്മാരെ പ്രസംഗം ഫാത്തിമ ബീവി അമ്പങ്ങുന്ന മീരാനൗലിത്താത്ത, ഞങ്ങളുടെ ഉസ്താദുമാരെ എത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള മശായിഖുമാരെ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ മിത്ര് തവാബിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ ലോകത്ത് നിന്ന് വിടവറഞ്ഞു പോയ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഹദറത്തിലേക്ക് നിന്റെ മിത്ര് തവാബിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ദരജകളുടെ പദവികളുടെ സ്ഥാനമാനങ്ങളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ കേട്ടതിന്റെ മഹാത്മ്യം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ ഏവരെയും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സാന്തരങ്ങളിൽ പല മുറാദുകളുമുണ്ട്. നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ അമലുകൾ കുറവാണ്, ഞങ്ങളുടെ നിസ്കാരങ്ങളിലൊക്കെ അപാകതകളുണ്ട്, ഞങ്ങളുടെ നീട്ട നോമ്പുകളിലൊക്കെ അപാകതകൾ ഉണ്ടാവാം. റബ്ബേ, നല്ലതുപോലെ ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് കഴിയില്ല. റബ്ബേ, ദിക്റെല്ലാം പോലും ഞങ്ങൾ കഴിയാത്തവരാണ്. പക്ഷേ അല്ലാഹുവേ, നിന്നെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന അമാലുകളൊക്കെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിനുള്ള അപാകതകളൊക്കെയും നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സാന്തരങ്ങളിലുള്ള മുഴുവൻ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ദുന്യവിയും ഉഖ്റവിയുമായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ കച്ചവടക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കർഷകരുണ്ട്, കൂലിവേല ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മുഴുവൻ ആളുകളുടെയും ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സ്വദേശത്തും വിദേശത്തുമായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കിളിക്കരാട്ടങ്ങളിൽ കഷ്ടപ്പെടുന്ന എത്രയോ സഹോദരന്മാർ ഞങ്ങളുടെ നാടിലുണ്ടല്ലോ. ഒരാപത്ത് നീ വിടുത്തല്ലോ. പരസ്പരം ഞങ്ങളുടെ പള്ളിയുടെ കാര്യം പറയുമ്പോൾ, മദ്രസയുടെ കാര്യം പറയുമ്പോൾ, ദീനിന്റെ കാര്യം പറയുമ്പോൾ അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരാണ് റബ്ബേ. അവരുടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നാട്ടിൽ തിരിച്ചു വന്നുകൊണ്ട് കുടുംബത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. രണ്ട് മേഖലയും പഠിച്ചു വളരാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കൊറോണ പോലോത്ത ഒമിക്രോൺ പോലോത്ത മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ക്യാൻസർ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. അറ്റാക്ക് തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. ഇന്ന് ക്യാൻസറിന്റെ കാലമാണ്, ബ്ലോക്കിന്റെ കാലമാണ്. അല്ലാഹുവേ, നിങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ശരീരത്തിലോ വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ നീ നിമിഷം തന്നെ നീ ശിഫ നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ കേട്ടതിന്റെ മഹാത്മ്യം കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒമിക്രോണും കൊറോണയും പോലത്തെ എല്ലാ രോഗങ്ങളും തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നാടിനേക്ക് നീ കാക്കണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പലരുടെയും ബിസിനസ്സൊക്കെ തകരാറിലാണ്. അല്ലാഹുവേ, അതൊക്കെ നീ മെച്ചത്തിലാക്കണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, ഇപ്പോഴും ഒമിക്രോൺ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നോമ്പുകളും ഞങ്ങളുടെ പള്ളിയിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, തറാവീഹ് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത നോമ്പുകൾ കഴിഞ്ഞു പോയല്ല. പെരുന്നാൾ നിസ്കാരം നടത്താൻ കഴിയാത്ത പെരുന്നാളുകൾ കഴിഞ്ഞു പോയല്ല. പടച്ചോനെ, അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നീ മാറ്റല്ല അല്ലാഹ്. നീ തന്ന വിദഗ്ധകളെ നീ തന്നെ എടുത്ത് കളയണേ അല്ലാഹ്. നീ തന്നെ എടുത്ത് കളയണേ അല്ലാഹ്. നീ തന്നെ എടുത്ത് കളയണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളുടെ സമയങ്ങളൊക്കെ നല്ലതിലായി കൊണ്ട് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, യൂട്യൂബിലൂടെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാട്ടിയിട്ട് പലതും പെടുമ്പോൾ അതിനടിമപ്പെട്ടു പോകുന്നവരാക്കല്ല അല്ലാഹ്. പടച്ചവനെ, മരിക്കണമെന്ന ബോധം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ എത്ര വലിയ തണുപ്പുള്ള രാത്രിയാണെങ്കിൽ പുതപ്പ് മാറ്റിയിട്ട് എഴുന്നേറ്റ് കൊണ്ട് ഉതുവെടുത്തുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും സ്വീകരിക്കണേ അല്ലാഹ്. ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പടച്ചോനെ, സ്വർഗ്ഗത്തിലുള്ള പുടവ കൊണ്ട് ഞങ്ങളുടെ മയ്യത്ത് പൊതിയുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാര്, കുടുംബക്കാര്, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ ഉറ്റവരും ഉടയവരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്നുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. പടച്ചോനെ, നിന്റെ ത്വാഅത്തിലും നിന്റെ ഇഷ്ടത്തിലും നിന്റെ പൊരുത്തത്തിലും നിന്റെ തൃപ്തിയിലുമായി കൊണ്ട് ജീവിക്കാനുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും മക്കൾ നോക്കുന്നതിനായി, ഭക്ഷണം ഉണ്ടാക്കുന്നതിനായി, വസ്ത്രം അലക്കുന്നതിനായി ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്നവരാണ്. അല്ലാഹ്, ഇബാദത്ത് കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. അല്ലാഹുവേ, അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അവരെ കഷ്ടപ്പെടുന്നതൊക്കെ അമാലുകളുടെ കൂട്ടത്തിൽ എഴുതി വെക്കണേ അല്ലാഹ്. റഹ്മുർറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ, പടച്ചോനെ, ഞങ്ങളിന്ന് ഇവിടെ പറഞ്ഞു പോയി ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും കൂട്ടുകുടുംബങ്ങള് അയൽവാസികള് പലരും ഇന്നാലടി മണ്ണിനകത്താണല്ലോ. ഞങ്ങളുടെ പള്ളിപ്പുറമ്പില് മറവിട്ട് കിടക്കുന്നു. അവരുടെ അവസ്ഥ എന്താണ് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, പള്ളിപ്പറമ്പിലുള്ള അതുപോലെ നിങ്ങളുടെ കൂട്ടുകുടുംബത്തിലുള്ള നിങ്ങളുടെ അയൽവാസികളായ ആരെങ്കിലും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ തഹ്‌ലീലിന്റെ ഇസ്തിഗ്ഫാറിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്, മാപ്പ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വാഹനം പൊളിച്ച് ഞങ്ങളുടെ മയ്യത്ത് പുറത്തെടുക്കേണ്ട അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്. റോഡിൽ ചിന്തിച്ചതിനായിട്ട് ഞങ്ങളുടെ മയ്യത്ത് അടിച്ചു വാരി എടുക്കേണ്ട അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്. ഇനിയുള്ള ഓരോ നിമിഷവും നിന്റെ താഅത്തിലായി നിന്റെ പൊരുത്തത്തിലായി കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മുർറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, എപ്പോ എവിടെ വെച്ചുകൊണ്ട് എങ്ങനെ മരിച്ചാലും ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ, ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങളാക്കിയവരാണ്. പലരും മാരടി മണ്ണിനകത്താണ്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, ഉപ്പയടക്കമുള്ള ഉമ്മയടക്കമുള്ള അതുപോലെ ഞങ്ങളുടെയും കൂട്ടുകുടുംബങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, അവരുടെ പുറത്ത് കൊടുക്കാനുള്ള ഒരു സബബാക്കി ഈ മജ്‌ലിസിനെ നീ മാറ്റണേ അല്ലാഹ്. പടച്ചവരെ, ഇന്ന് വരെ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമാലുകളും നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവരെ, ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഇന്ന് വരെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവരെ, ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നബിയോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളോടുകൂടെ സ്നേഹിച്ച സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളോടും കൂടെ നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولمن تعلق بنا ولمن مات منا ولمن دفنوا في مقبرة هذه المحلة يا غافر المذنبين. وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. تقبل الله بحقه. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.